സന്നിധിയിലായിരിക്കാൻ ദൈവം ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരുമിച്ച് ദേവ സമൂഹത്തിൽ കടന്നു വരെ കത്ത തந்த நல்ல பாக்கியத்துக்காய் ஆண்டவரை துதிக்கிறேன். கடந்து வந்த எல்லாருக்கும் கிறிஸ்துவில் வந்தனம் പറയുന്നു. கடந்து வந்த யாவருக்கும் என் வாழ்த்துக்களை தெரிவித்துக் கொள்கிறேன். ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടച്ച് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നാം എല്ലാവരും കണ്ണുകളെ മൂടി ആണ്ടവരുടെ സമുഖത്തിൽ ജപിക്കണം. അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചാൽ എല്ലാവരും അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചാൽ നാം എല്ലാവരും ജപിക്കാം. Katura prabha sathala madara jagadala hadura prabha likar vasiyarthara prabha chudagal karadara gachasiya andala kamaniya hallelujah likabara rabauti birigadala gachasiya hallelujah hamdur എല്ലാവരും എല്ലാ തരങ്ങളും തുറന്ന് എല്ലാവരും പ്രാർത്ഥിച്ചാട് ശാഖാബാര ധീരല ബശം ദുരല ബാര റിഖബാര ബശം ദുലര ബൗട്ടി ബിരിയ ഇലാം സിദിരി ബൗഷിയാർദനം രാത്രി ചിലരെ പരിശുദ്ധാത്മാവ് തൊടുകയാണ്. ധര ധര റീഖാ ബാര ബാര ധാര ഝാല ധാര ധാര ശ്യാം ധൂല റാബാസിയ റീഖാ ബാര ബാര ബാ ശ്യാം ധൂല റാബാ സഥ റാബാ ശാഖ റീഖാ ബാബാ ബാബാ ശ്യാം ധൂല റാബാ സിഖാല റാബാ റേം ധോലോ റോകോ ബോഷേതേനിയ ലെൻ ധോരോ റിയാലബം. യേശുവിന്റെ നാമത്തിൽ അന്തരീക്ഷം മാറുന്നു, അറ്റ്മോസ്ഫിയർ ചേഞ്ച് ആകുന്നു. റീഖാ ബാ ശ്യാം ധൂല ലാബാ റാഖാ Reis Barthel Besheke Lebo Sata Raka Baba Baba Bashika Rika Bara Bashaka Laba Raka Bara Dara Rika Lara Bashamdula Raba Kasata Raba Shika Lara Bashamdula Raba Kasiya Dara Lesha Thara Dhala Thara Thara Bashamdula Raba വിടുതൽ യേശുവിന്റെ നാമത്തിൽ Bashamdula Raba Nagachasiya അങ്ങ് ഞങ്ങളോട് സംസാരിക്കുന്നതിനായി നന്ദി. നിങ്ങളോട് നീ പേശിയിരിക്കുന്നതിനാக നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ യേശുനാമത്തിൽ കരങ്ങൾ ഉയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ ചൊല്ലൂ. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ മുമ്പിൽ ഇനിയും 18 ദിവസമേ നമുക്ക് മുമ്പിലുള്ളൂ. ഇനി നമുക്ക് മുൻപാകെ 18 നാളുകൾ ഇരിക്കുന്നത്. 3 ദിവസം നമ്മളെ വിട്ട് കടന്നുപോയി. 3 നാളുകൾ നമ്മെ വിട്ട് കടന്നുപോയി. ആമേൻ. അപ്പാ വീട്ടിൽ എപ്പോഴും സന്തോഷമാണ്. അപ്പാ വീട്ടിൽ എപ്പോഴും സന്തോഷമാണ്. സന്തോഷിക്കണം. ദൈവസന്നിധിയിൽ വരുമ്പോൾ സന്തോഷിക്കണം. എപ്പോഴും ദൈവ സമുഖത്തിൽ വരുമ്പോൾ സന്തോഷപ്പെടണം. നിന്റെ ദുഃഖം സന്തോഷമായി മാറും. ഉங்கள் துக்கம் സന്തോഷമായി. നിന്റെ വിലാപത്തെ ദൈവം നൃത്തമാക്കും. വിലാപം കണ്ണുനീരിനെ ദൈവം നൃത്തമാക്കും. കണ്ണീരെ കത്തർ ഇല്ലാமல் பண்ணுவார். ആമേൻ. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ശുശ്രൂഷിക്കാൻ പോവുകയാണ്. இந்த நாளிலும் பரிசுத்த ஆவியானவர் நம்மோடு இடைப்பட போகிறார். ആമേൻ. ഞാൻ രാവിലെ പറഞ്ഞതുപോലെ പിന്നെയും പറയുന്നു, ഇത് ദൈവം നമ്മളെ സന്ദർശിക്കുന്ന സമയമാണ്. കാലയിൽ ഞാൻ சொன்னதுപോലെ ഇപ്പോഴും சொல்லுகிறேன், கர்த்தர் உங்களோடு இடைப்படுகிற நேரம். ഇത് ദൈവം നമ്മളെ സന്ദർശിക്കുന്ന സമയമാണ്. கர்த்தர் உங்களை சந்திக்கிற நேரம். ആമേൻ. ഇവിടെ നമ്മൾ ആകെ ഇരിക്കുന്നത് 2 മണിക്കൂറാണ്. നാം ഇങ്ങ ഇരിക്കുന്നത് വെറും 2 മണി നേരം. ഈ 2 മണിക്കൂർ നിങ്ങൾ പ്രയോജനപ്പെടുത്തിക്കോണം. இந்த 2 മണി നേരത്തെ നിങ്ങൾ பயன்படுத்திக்கொள்ள வேண்டும். ഇതിനകത്ത് ഏതെങ്കിലും ഒരു സെക്കൻഡ് ആയിരിക്കാം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു ദൈവത്തിന്റെ ശബ്ദം വരുന്നത്. ഏതോ ഒരു സെക്കൻഡിലെ കർത്തരുടെ വാർത്ത உங்களுக்கு നേരായി. ആ ശബ്ദമാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുന്നത്. அதுதான் உங்க வாழ்க்கையில ஒரு மாற்றத்தை கொண்டு வருகிறது. അതുകൊണ്ട് വലിയ പ്രതീക്ഷയോടെ ഇന്ന് രാത്രി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. അതിനാൽ ഒരു എതിർപ്പാർപ്പോട് ദൈവ സമുഖത്തിലെ കാണപ്പെടുவோம். ആമേൻ. നമ്മൾ രൂത്തിനെ പറ്റി പഠിക്കുമ്പോൾ, റൂത്തെ പറ്റി നാം പഠിക്കുമ്പോൾ, രൂത്തിന്റെ കുടുംബം അല്ലെങ്കിൽ നവോമിയും തന്റെ കുടുംബം ഭർത്താവ് എലീമലേക്കും തന്റെ 2 ആൺമക്കളും കൂടെ മോവാബിലേക്ക് അവർ കടന്നുപോയി. റൂത്തും അവരുടെ പുരുഷൻ എലിമലേക്കുമാക ചേർന്ന് മോവാബ് ദേശത്തേക്ക് 2 ആൺപിള്ളകളുമാക ചേർന്ന് മോവാബ് ദേശത്തേക്ക് കടന്നുപോയി. അവർ ബേത്ലഹേമിൽ നിന്നും മോവാബിലേക്ക് അവർ കടന്നുപോയി. അവർ ബേത്ലഹേമിൽ ഇരുന്ന് മോവാബുക്ക് കടന്നു പോനാ. ബേത്ലഹേം എന്ന വാക്കിന്റെ അർത്ഥം അപ്പത്തിന്റെ ഭവനം എന്നത്രേ. ബേത്ലഹേം എന്നാൽ അപ്പത്തിൻ വീട് എന്ന അർത്ഥം. അപ്പത്തിന്റെ ഭവനത്തിൽ നിന്നും മോവാബ്
മോവാബ് ദേശത്തേക്ക് അവർ കടന്നുപോയി. அப்பத்தின் வீட்டிலிருந்து மோபாப் தேசத்துக்கு கடந்து போனார். മോവാബ് ദേശം, മോവാബ് എന്ന് പറയുന്നത് ആമേൻ ലോത്തിന്റെ തന്റെ മക്കളാൽ ജനിച്ച സന്തതികളുടെ പേരാണ് മോവാബ്. லோத்தின் மூலம் பிறப்பிக்கப்பட்ட சந்ததிதான் மோபாப் என்று சொல்லுகிறது. ആമേൻ ദൈവത്തിന് ഏറ്റവും അനിഷ്ടമായിരിക്കുന്ന ജനമാണ് മോവാബിയർ. தேவனுக்கு மிகவும் அருவருப்பான ஜனம்தான் அந்த மோபாப். ബേത്ലഹേമിൽ ഒരു ക്ഷാമം വന്നപ്പോൾ, ബേത്ലഹേമിലെ ഒരു പഞ്ചം വന്നപ്പോൾ ആമേൻ ക്ഷാമത്തിനകത്ത് നിന്ന് അവർ രക്ഷപ്പെടാൻ വേണ്ടി മോവാബിലേക്ക് അവർ കടന്നുപോയി. ശാപത്തിലിരുന്ന് അവർ വിടുതலை பெறும்படி മോവാബ് ദേശത്തേക്ക് പോனார்கள். പക്ഷേ അത് അവരുടെ ജീവിതത്തിനകത്ത് വിടുതലല്ലായിരുന്നു, മരണമായിരുന്നു കൊണ്ടുവന്നത്. അവർക്ക് അത് ഒരു ആശീർവാദമായി ഇരിക്കവില്ല, അത് ഒരു മരണമായി മാറിനത്. എന്നാൽ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ, ചില നാட்கள் കழிந்த பின்பு രണ്ട് മക്കൾ മരിച്ചുപോയി. രണ്ട് ആൺ പിള്ളകളും മരിച്ചു പോനാர்கள். ആമേൻ അങ്ങനെ അവർ ഇരിക്കുമ്പോൾ അവർ ഒരു കേൾവി കേൾക്കുകയാണ്. അன்றைக்கு അവർ ഒരു കേൾവി കേട്ടാர்கள். ബേത്ലഹേമിൽ ദൈവം തന്റെ ജനത്തെ സന്ദർശിക്കുന്നു. ബേത്ലഹേമിലെ നമ്മുടെ ജനത്തെ കർത്തർ സന്ദിച്ചിരിക്കുകയാണ്. ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ച് അവർക്ക് അപ്പം കൊടുക്കുന്നു. ദേവനുടെ ജനത്തെ സന്ദിച്ച് അങ്ങേ അപ്പം കൊടുക്കുകയാണ്. അവർ അവളൊരു തീരുമാനത്തിലേക്ക് കടന്നു വന്നു. ഒരു തീരുമാനത്തിലേക്ക് വന്നാர்கள். ഇനി മോവാബിൽ ഞാൻ നിൽക്കുന്നില്ല, ഞാൻ ഇനി മോവാബ് ദേശത്തിൽ ഞാൻ നിൽക്ക പോകുന്നില്ല. അപ്പത്തിന്റെ ഭവനമായ എന്റെ സ്വന്തം നാട്ടിലേക്ക് ഞാൻ മടങ്ങി പോവുകയാണ്. അപ്പത്തിൻ വീടാകിയ എൻ സ്വന്തം ദേശത്തേക്ക് ഞാൻ കടന്നു പോകുകയാണ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പ്രാരംഭ സമയം സംസാരിക്കുന്നു. ഇന്നേക്ക് പരിശുദ്ധ ആവിയാനന്ദ ആരംഭ പകുതിയിലേ ഉങ്ങളോട് പേசுகிறார். ഇത് ദൈവം നിന്നെ സന്ദർശിക്കാൻ വെച്ച സമയമാണ്. ഇത് ആണ്ടവർ ഉന്നെ സന്ധിക്കുമ്പടി ആണ്ടവർ வைத்திருக்கிற നേരം. നീ തീരുമാനത്തിലേക്ക് കടന്നു വരണം. നീ തീരുമാനത്തിലേക്ക് കടന്നു വര வேண்டும். നിന്റെ മോവാബ് നീ വിട്ട് ബേത്ലഹേമിലേക്ക് മടങ്ങി വരണം. മോവാബை വിട്ട് ബേത്ലഹേമിലേക്ക് திரும்பி വര வேண்டும். നിന്റെ മോവാബ് വിട്ട് നീ ബേത്ലഹേമിലേക്ക് കടന്നു വരണം. നീ ഉൻ മോവാബை വിട്ട് ബേത്ലഹേമിലേക്ക് திரும்பി വര வேண்டும். മോവാബിലെ തകർച്ചകളെ ഇന്ന് രാത്രിയിൽ ദൈവം അതിന്റെ മേൽ ഒരു വിജയം തരാൻ പോവുകയാണ്. മോവാബിൻ வாழ்க்கையில കർത്തർ ഇன்றைக்கு ഒരു വെற்றியை തര പോകുகிறார். കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരിക്കൽ കൂടെ വായി തുറന്ന് പറഞ്ഞേ, ഇത് എന്നെ ദൈവം സന്ദർശിക്കുന്ന സമയമത്രേ. ആണ്ടവർ എന്നെ ആശീർവദിക്കുന്ന നേരം. വായി തുറന്ന് പറഞ്ഞാട്ടെ, ഇത് ദൈവം എന്നെ സന്ദർശിക്കുന്ന സമയമത്രേ. ആണ്ടവർ എന്നെ സന്ധിക്കുന്ന നേരം. വായി തുറന്ന് പറഞ്ഞാട്ടെ, ദൈവം എന്നെ സന്ദർശിക്കുന്ന സമയമാണ്. ദേവൻ എന്നെ സന്ധിക്കുന്ന നേരം. എന്തിനാണ് ഞാൻ വായി തുറന്ന് പറയാൻ ഇത് പറയുന്നത്? എതിനാലെ ഞാൻ വായി തുറന്ന് ഉங்களிடத்தில் சொல்லுகிறேன். ഞാൻ നാവ് കൊണ്ട് പറയുമ്പോൾ, നാം നാവിനാലെ சொல்லும்போது എന്റെ വാഗ്ദത്തങ്ങൾ അതുപോലെ സംഭവിക്കുകയാണ്. அந்த வார்த்தை அப்படியே നമ്മുടെ வாழ்க்கையில நடக்கும். എന്റെ നാവിന്റെ മുമ്പിൽ ജീവനുണ്ട്, മരണമുണ്ട്. இந்த வார்த்தையிலே ജീവനും ഇരിക്കുന്നത്, മരണവും ഇരിക്കുന്നത്. ഞാൻ അത് കൽപ്പിക്കുമ്പോൾ അതിന്റെ മേൽ ദൈവിക ജീവൻ വ്യാപരിക്കുന്നു. നമ്മുടെ വായ തുറന്ന് നമ്മ പേശുമ്പോൾ ആണ്ടുടെ ജീവൻ വെളിപ്പെടുகிறது. രാവിലെ ഞാൻ പറഞ്ഞു, ഞാൻ കാലയിലെ சொன்னேன், നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഒരു ആത്മീയ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കണം. നീ ഉന്റെ വീട്ടിലെ നിങ്ങളുടെ വീട്ടിനകത്ത് ഒരു ആത്മീയ അന്തരീക്ഷം, ആവിക്കുரிய ഒരു ആശീർവാദത്തെ നീ സ്വന്തരിത്തുകൊള്ള വേണം. അത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. അത് നമ്മുടെ പൊറുപ്പാക്കും. വീട്ടിനകത്ത് അവിശ്വാസം പറയരുത്. നമ്മുടെ വീട്ടിലുള്ള അവിശ്വാസ വാർത്തകളെ ചൊല്ലക്കൂടാതെ. ചിലപ്പോൾ പ്രശ്നങ്ങളായിരിക്കാം മൊത്തം. ചില വേളയിലെ പ്രശ്നങ്ങൾ ഇരിക്കലാം. എന്നാലും സാരമില്ല, എന്നാലും പറവായില്ല. എത്രയോ നന്മകൾ ദൈവം നമുക്ക് ചെയ്തു തന്നു. എത്രയോ നന്മകളെ കർത്തർ നമുക്ക് കൊടുത്തിരിക്കുന്നു. എത്രയോ അനർത്ഥങ്ങളെ ദൈവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി മാറ്റി. എത്രയോ പ്രശ്നങ്ങളെ നമ്മെ വിട്ട് വിലക്കിയിരിക്കുന്നു. ഇല്ലാത്തതിനെ നോക്കി ദുഃഖിക്കാതെ ദൈവം തന്ന നന്മയ്ക്ക് നന്ദി പറഞ്ഞാൽ, ഇല്ലാത്തവരെ കുറിച്ച് സോർന്നു പോകാതെപടി ഇരിക്കുന്നവர்களுக்காக തന്നവர்களுக்காக കർത്തരെ തുതിക്ക வேண்டும். നിങ്ങളുടെ വീടിനകത്ത് ഒരു ആത്മീക അന്തരീക്ഷം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. നിങ്ങളുടെ വീട്ടിലെ ഒരു ആവിക്കുரிய ഒരു വിടുതലയെ ഉണ്ടു പണ്ണ വേണം. അത് നിങ്ങളുടെ കുടുംബ ജീവിതത്തിനും നിങ്ങളുടെ സമ്പത്തിനും നിങ്ങളുടെ ആത്മീകത്തിനും വലിയ അനുഗ്രഹമായി വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി നല്ല ഹല്ലേലൂയ പറഞ്ഞേ. രാവിലെ നമ്മൾ ചിന്തിച്ചു, ഫെലിസ്ത്യൻ കൊല്ലന്മാരെ പിടിച്ചുകൊണ്ടുപോയി. പക്ഷെ അവരുടെ കയ്യിൽ അരമുണ്ടായിരുന്നു. അവരുടെ കയ്യിലെ അരം ഇരുന്നത്. പുതിയ ആയുധം അവർക്ക് ഉണ്ടാക്കാൻ കഴിയില്ലെങ്കിലും അരം കൊണ്ടുള്ള ആയുധത്തിന്റെ മൂർച്ച അവർ വർദ്ധിപ്പിച്ചു. പുതുതായി ആയുധങ്ങളെ ഉണ്ടു പണ്ണ മുടിയാവിട്ടാലും இருக்கிற ആയുധങ്ങളെ അവർ அந்த അരത്തെ കൊണ്ട് കൂർമ്മയാക്കിனார்கள். ഇന്ന് രാത്രിയിൽ നമ്മൾ അതിന്റെ ബാക്കി ചിന്തിക്കാൻ പോവുകയാണ്. ഇന്നത്തെ ഇരവിലെ അതിന്റെ മീതി പകുതിയെ നാം ചിന്തിക്കാൻ പോകുന്നു. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. ആദിയാമത്തിൻ പുസ്തകം 26-ാമത്തെ അധികാരത്തിലേക്ക് കടന്നു വരലാം. അതിന്റെ
15-16 വാക്യം அந்த വായിച്ചു. 15-16 ஆகிய வசனங்களை வாசிக்கலாம். அவன் தகப்பனாகிய ஆபிரகாமின் நாட்களில் அவனுடைய வேலைக்காரர் வெட்டின துறவுகளை எல்லாம் தூர்த்து மண்ணினால் நிரப்பி போட்டார்கள். அபிமெலேக்கு ஈசாக்கை நோக்கி, நீ எங்களை விட்டு போய்விடு, எங்களை பார்க்கிலும் மிகவும் பலத்தவனானாய் என்றான். അതിന്റെ 19 വാക്യങ്ങൾ 19-20 വാക്യം. ஈசாக்குடைய வேலைக்காரர் பள்ளத்தாக்கிலே வெட்டி அங்கே சுரக்கும் நீரூற்றை கண்டார்கள். கேராரூர் மேய்ப்பர் இந்த தண்ணீர் தங்களுடையது என்று சொல்லி ஈசாக்குடைய மேய்ப்பருடனே வாக்குவாதம் பண்ணினார்கள். മതി. രാവിലെ നമ്മൾ ഫെലിസ്ത്യന്റെ സ്വഭാവത്തെ കുറിച്ച് നമ്മൾ രാവിലെ ധ്യാനിച്ചു. நான் காலையில பெலிஸ்தியருடைய தன்மைகளை குறித்து தியானித்தோம். അതിന്റെ അകത്ത് നിന്ന് ദൈവം നമ്മളെ വിടുതലിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. அதன் மூலம் தேவன் நம்மை விடுதலைக்கு நேராய் நடத்தி கொண்டு வருகிறார். ഫെലിസ്ത്യന്റെ ഒന്നാമത്തെ പ്രശ്നം അവൻ അസൂയയുണ്ട്. பெலிஸ்தியருடைய முதல் தன்மை அவனுக்குள்ள இருந்த பொறாமை. രണ്ടാമത്തെ പ്രശ്നം അവൻ ദർശനത്തെ നശിപ്പിക്കും. இரண்டாவது காரியம் தரிசனத்தை அவன் இல்லாமல் பண்ணுகிறான். മൂന്നാമത്തെ വിഷയം നമ്മളുടെ നന്മയുടെ ഉറവിടത്തെ അവൻ തകർത്ത് കളയാൻ ശ്രമിക്കും. നമ്മുടെ നന്മ വരവേണ്ടിയ அந்த ஊற்று வருகிற இடத்தை அவன் தகர்க்கிறான். ഈ മൂന്ന് വിഷയത്തിനകത്തും വിശ്വസിച്ചവരുടെ മേൽ ഒരു വിടുതൽ വ്യാപരിച്ചിട്ടുണ്ട്. அந்த மூன்று விஷயத்திலும் ஆண்டவரை விசுவாசித்தவர்களுடைய வாழ்க்கையில ஒரு விடுதலை நடந்ததுண்டு. ഇന്ന് രാത്രി നമ്മൾ പിന്നെയും അതിന്റെ ബാക്കി ഭാഗം ധ്യാനിക്കാൻ മറുപടിയും അതിന്റെ മീതിயான പകുതിയെ നാം ചിന്തിக்கலாம். ഇവിടെ വായിക്കുന്നു, അബ്രഹാമിന്റെ കാലത്ത് അവൻ കുഴിച്ച കിണറിനെ ഫെലിസ്ത്യൻ മണ്ണിട്ട് മൂടിക്കളഞ്ഞു. அன்றைக்கு ஆபிரகாமுடைய காலத்திலே அவர்கள் தோண்டின அந்த துறவை பெலிஸ்தியன் மண்ணினால் தூர்த்து மண்ணினால் நிரப்பி போட்டான். ഇസഹാക്കിന്റെ കാലമായപ്പോൾ കിണറുകൾ മണ്ണിട്ട് മൂടിക്കളഞ്ഞു. அந்த ஈசாக்குடைய காலத்தில் அந்த கிணறுகள் எல்லாம் மண்ணினால் மூடப்பட்டிருந்தது. അബ്രഹാമിന്റെ കാലത്ത് നീരുറവുള്ള കിണറായിരുന്നു അത്. நல்ல நீரூற்றுள்ள கிணறாய் இருந்தது ஆபிரகாமுடைய காலத்திலே. പക്ഷേ ഫെലിസ്ത്യൻ അത് മണ്ണിട്ട് മൂടിക്കളഞ്ഞു. அந்த பெலிஸ்தியர் மண்ணினால் அதை மூடி போட்டார்கள். എന്നാൽ തലമുറയായ ഇസഹാക്ക് എഴുന്നേറ്റ് വന്നപ്പോൾ, അവരുടെ തലമുറയായ ഈസാക്ക് എഴുമ്പി വന്നപ്പോൾ അവന്റെ അകത്തൊരു ആവേശം അല്ലെങ്കിൽ ചിന്തയുണ്ടായി. എന്റെ അപ്പന്റെ കാലത്ത് കുഴിച്ചത് മണ്ണിട്ട് മൂടിയത് ഞാൻ തിരിച്ചു കുഴിക്കാൻ പോവുകയാണ്. എങ്ക അപ്പാ കാലത്തിലെ ഞാൻ തോണ്ടിന തുറവൈ പെലിസ്തീയர்கள் മൂടി പോട്ടാர்கள், ഞാൻ அதை മറുപടി തോണ്ട പോകുகிறேன். ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് ചിലരോട് പറയുന്നു. ഇന്ന് ഇരവ് വേളയിൽ പരിശുദ്ധ ആവിയാനവർ ചിലരോട് പേശുകയാണ്. പിതാക്കന്മാരുടെ കാലത്ത് മണ്ണിട്ട് മൂടിയത് നിന്റെ തലമുറയിൽ നീ കുഴിച്ചെടുത്തേ മതിയാകത്തുള്ളൂ. പിതാക്കളുടെ കാലത്തിലെ മൂടപ്പെട്ടത് இந்த உன்னுடைய காலத்திலே நீ தோண்டி அதை சுதந்திரிக்க போகிறாய். നിന്റെ പിതാക്കന്മാരുടെ കാലത്ത് നഷ്ടപ്പെട്ടു പിശാച് നഷ്ടപ്പെടുത്തി കളഞ്ഞത് ഈ തലമുറയിൽ നിന്നിലൂടെ ദൈവം തിരിച്ചു പിടിക്കുകയാണ്. ഉന്റെ പിതാക്കളുടെ കാലത്തിലെ അത് ഇളന്നു പോന കാര്യത്തെ ഉன்னுடைய കാലത്തിലെ அதை നീ திருப்பிக் கொள்ள போகிறாய். ഇന്ന് രാത്രികാലം വിശ്വസിക്കുമെങ്കിൽ അതിന്റെ മേൽ ഒരു വിടുതൽ കർത്താവ് വെക്കാൻ പോവുകയാണ്. നമ്പുവായാൽ ഇന്നേക്ക് அந்த விஷயத்திலே കർത്താവ് ഉനക്ക് ജയത്തെ തരുവാർ. ഇസഹാക്ക് കിണറുകൾ കുഴിച്ചുകൊണ്ടിരുന്നു. ഈസാക്ക് താനാக അവൻ அந்த കിണറുകളെ തോണ്ടിക്കൊണ്ടിരുന്നാൽ കിണർ കുഴിച്ചു, അതിനകത്ത് അവൻ നീരുറവ കണ്ടു. അവൻ അതിലെ തോണ്ടിന പോത് നല്ല നീരൂற்றை കണ്ടാൻ. എന്നാൽ അതിനുശേഷം ഗെരാർ ദേശത്തിലെ ഇടയന്മാർ അവന്റെ അടുക്കൽ ഷണ്ടയ്ക്കുമായി കടന്നു വന്നു. കേരാവൂർ മേപ്പർ അവനിടത്തിലെ പോരാട്ടത്തിക്ക് വന്നാர்கள். ഇവൻ അങ്ങോട്ട് ഷണ്ടയ്ക്ക് പോയതല്ല, ഇവനാകെ ഷണ്ടയ്ക്ക് പോകവില്ല. ഇങ്ങോട്ട് ഒരാവശ്യവുമില്ലാതെ ഷണ്ടയ്ക്കായി കടന്നു വരികയാണ്. அந்த பெலிஸ்தியனே எந்த தேவையில்லாம சண்டைக்கு வருகிறான். ഇങ്ങോട്ട് ഷണ്ടയ്ക്കായി കടന്നു വരികയാണ്. നമ്പക്കമായി സണ്ടയ്ക്ക് വരുகிறாൻ. നിങ്ങൾ മനസ്സിലാക്കണം, കിണർ കുഴിക്കുമ്പോൾ അവർ ഷണ്ടയ്ക്ക് കടന്നു വന്നില്ല. കിണർ തോണ്ടുമ്പോൾ അവൻ സണ്ടയ്ക്ക് വരവില്ല. വെപ്പം നീരുറവ കണ്ടോ, എപ്പോഴത് നീരൂറ്റை കണ്ടാൻ ആ സമയത്ത് അവൻ ഷണ്ടയുമായി കടന്നു വരികയാണ്. അവൻ സണ്ടയ്ക്ക് വന്നാൻ. അവന്റെ അധ്വാനത്തെ, അവൻ കുഴിച്ചതിനെ പിടിച്ചെടുത്തോണ്ട് പോകുവാൻ ഗെരാർ ദേശത്തിലെ ഇടയന്മാർ കടന്നു വരികയാണ്. അവന്റെ പ്രയാസത്തിൻ ബലനെ അവர்கள் പറിച്ചു கொண்டு പോകുമ്പോൾ കേരാവൂർ മേയ്പ്പர்கள் അവനക്ക് വിരോധമായി വരുகிறார்கள். ഇന്ന് രാത്രി നീ മനസ്സിലാക്കണം, നിന്റെ അധ്വാന ഫലം നീ തന്നെ കഴിക്കണം. ഉന്റെ പ്രയാസത്തിൻ ബലമേ നീ അനുഭവിക്ക വേണം. അന്യനത് അനുഭവിക്കാൻ ഇടയാകരുത്. അന്യനക്ക് അത് അനുഭവിക്കാൻ ഉരിമയില്ല. നിന്റെ അധ്വാനത്തിന്റെ ഫലം നിന്റെ കുടുംബത്തിനകത്ത് കടന്നു വരണം. നീ പ്രയാസപ്പെടുന്ന ബലം ഉന്റെ കുടുംബത്തിക്ക് വര വേണം. നന്മയെ ഒഴുക്കി കളയുന്ന സകല ദുരാത്മ മണ്ഡലങ്ങളും ഇന്ന് രാത്രികാലം അഴിയപ്പെടണം. നന്മയെ ഉന്നെ വിട്ട് എടുക്കുന്ന എല്ലാ തീയ ശക്തികളും
விலகி போக வேண்டும். ഒരാവശ്യവുമില്ല, ചുമ്മാതെ ശണ്ടയ്ക്ക് വരികയാണ്. ஒரு தேவையில்லாம சண்டைக்கு வருகிறார். കിണർ അവന്റെ അവകാശമാണ്. கிணறு இவனுடைய உரிமை. അവന്റെ അവകാശമാണ് ഈ കിണർ എന്ന് പറയുന്നത്. இந்த கிணறு என்று சொல்கிற அவனுக்கு உரிமையானது. അവന് മാത്രമല്ല, അവന്റെ ആടുമാടുകൾക്കും മറ്റുള്ളവർക്കും ദാസീദാസന്മാർക്കുമെല്ലാം അവൻ വെള്ളം കുടിക്കാൻ വേണ്ടിയുള്ളതാണ് ഈ കിണർ എന്ന് പറയുന്നത്. ഇതിലിருந்து അവന്റെ കുടുംബം തണ്ണീർ കുടിക്ക വേണ്ടിയത്. പക്ഷേ അവർ ഗെരാർ ദേശത്തിലെ ഇടയന്മാർ ശണ്ടയ്ക്ക് വരികയാണ്. அந்த கேராவூர் அந்த மேய்ப்பர்கள் அவனிடத்தில் சண்டைக்கு வருகிறார்கள். സങ്കീർത്തനങ്ങൾ 25:3 പറയുന്നു. സംഗീതം 25:3 சொல்லுகிறது, വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. വീണായി சண்டைக்கு வருகிறவர்கள் நிர்மூலமாய் போவார்கள். സംഗീതം 25:3. நோக்கி காத்திருக்கிற ஒருவரும் வெட்கப்பட்டு போகாதபடி செய்யும். முகாந்திரம் இல்லாமல் துரோகம் பண்ணுகிறவர்களே வெட்கப்பட்டு போவார்களாக. നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ല. ഉമക്ക് കാത്തിരിக்கிற ஒருவரும் வெட்கப்பட்டு போவதில்லை. വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. വീണാக മുഖാന്തരം ഇല്ലാமல் துரோகம் பண்ணுகிறவன் வெட்கப்பட்டு போவான். ഇന്ന് രാത്രി മനസ്സിലാക്കണം, നിന്റെ ജീവിതത്തിനകത്ത് പലപ്പോഴും നീ അങ്ങോട്ട് ശണ്ടയ്ക്ക് പോയില്ലെങ്കിലും ഇങ്ങോട്ട് പിശാചിന്റെ മുഖം പേടിച്ചെടുത്ത് ശണ്ടയ്ക്ക് കടന്നു വരാറുണ്ട്. നീ ഒരുവേള അവരിടത്തിലെ വമ്പുക്ക് പോകാവിട്ടാലും അവர்களாகவே ഉനക്ക് എതിരായി വമ്പുക്ക് വരலாம். ഇന്ന് രാത്രി അതിന്റെ മേൽ ഒരു ദൈവിക വിടുതൽ വ്യാപരിക്കാൻ പോവുകയാണ്. அந்த பகுதியில கர்த்தர் இன்றைக்கு உனக்கு ஒரு விடுதலையை தர போகிறார். നിന്റെ ഓഫീസിൽ നീ ആയിരിക്കുന്ന മേഖലയിൽ നിനക്കെതിരെ ശണ്ടയുമായി വരുന്നതിനെ ഇന്ന് രാത്രി സ്വർഗ്ഗത്തിലെ ദൈവം അതിന്റെ മേൽ നിനക്കൊരു വിജയം തരാൻ പോവുകയാണ്. നീ ഉനക്ക് വേല ചെയ്യുന്ന ഇടങ്ങളിലെ മറ്റു ഇടങ്ങളിലെ ഉനക്ക് എതിരായി വരുന്ന പ്രശ്നങ്ങളിലെ കർത്തർ ഒരു ജയത്തെ തര പോകുகிறார். വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. വിശ്വാസിക്കുന്ന കരങ്ങളെ ഉയർത്തിയാൽ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ, വേദപുസ്തകത്തെ നാം പഠിക്കുമ്പോൾ അതിന്റെ അകത്ത് പലപ്പോഴും ദൈവമക്കൾക്ക് വിരോധമായി മനുഷ്യനും പൈശാചിക ലോകവും ശണ്ടയുമായി വന്നിട്ടുണ്ട്. ദേവ പിള്ളേർക്ക് എതിരായി പിശാചും മനുഷ്യരും അവർക്ക് എതിരായി വന്നതുണ്ട്. പലപ്പോഴും അവർക്ക് വിരോധമായി ശണ്ടയുമായി വന്നിട്ടുണ്ട്. പല വേളകളിൽ അവർക്ക് വിരോധമായി ശണ്ടയ്ക്ക് വന്നതുണ്ട്. പക്ഷേ അവിടെയൊക്കെ ദൈവത്തിന്റെ വിജയങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ദേവന്റെ സന്ധിപ്പை നാം കാണാൻ முடியும். ഇന്ന് രാത്രിയിൽ നമുക്ക് ധ്യാനിക്കാം എസ്തേറിന്റെ പുസ്തകം. എസ്തേർ 3-ാം അധ്യായം 5-ാം വാക്യം. എസ്തേർ 3:5. എസ്തേറിൻ പുസ്തകം 3-ാം അധ്യായം 5-ാം വചനത്തെ നാം വാസിக்கலாம். ஆமான் மொர்தெகாய் தன்னை வணங்கி நமஸ்கரியாததை கண்டபோது மூர்க்கம் நிறைந்தவனானான். മതി. നമുക്കറിയാം, എസ്തേറിന്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ, എസ്തേറിൻ പുസ്തകത്തെ നാം പഠിക്കുമ്പോൾ അഹശ്വേരോശിന്റെ കാലത്ത് എഴുതപ്പെട്ട അല്ലെങ്കിൽ ആ സമയത്ത് നടന്ന സംഭവമാണ് എസ്തേറിന്റെ കാലത്തിലെ നടന്ന സംഭവം தான் இந்த എസ്തേർ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അതിന്റെ അകത്ത് അഹശ്വേരോശിന്റെ ഭാര്യയായ വസ്തി രാജ്ഞിയെ ദൈവം മാറ്റിയിട്ട് എസ്തേറിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. അഹശ്വേർ രാജാവുடைய மனைவியாகிய அந்த வஸ்தியை மாற்றிவிட்டு எஸ்தர் ராணியை அவருடைய ஸ்தானத்துக்கு கொண்டு வந்தான். വസ്തി രാജ്ഞിയോട് വരാൻ പറഞ്ഞപ്പോൾ താൻ വന്നില്ല. അതിന് പകരമായി എസ്തേറിനെ തന്റെ ഭാര്യയായിട്ട് സ്വീകരിക്കുവാനിടയായി തീർന്നു. அந்த விருந்துக்கு அழைத்தபோது அவள் வரவில்லை. அதற்கு பதிலாக அந்த ஸ்தானத்திலே எஸ்தர் நியமிக்கப்பட்டாள். നീ വിശ്വസിക്കുമെങ്കിൽ ചിലതിനെയൊക്കെ മാറ്റിയിട്ട് ആ പൊസിഷനകത്ത് നിന്നെയും നിന്റെ തലമുറയെയും വെക്കുവാൻ ദൈവം ശക്തനാണ്. നീ വിശ്വാസിപ്പായാൽ உனக்கு எதிராய் இருக்கிறவர்களை மாற்றிவிட்டு நீ அந்த இடத்துல உன்னை ஆண்டவர் ஏர்த்திப்படுத்தி வைக்க வல்லவராய் இருக்கிறார். ചിലതിനെ ദൈവം മാറ്റിയിട്ട് ആ മേഖലയ്ക്കകത്ത് നിന്നെ കർത്താവാക്കി വെക്കാൻ പോകുന്നു. മാറ്റി வைத்துவிட்டு அந்த இடத்துல அந்த ஸ்தானத்திலே ഉന്നെ കർത്തർ കൊണ്ടുപോയി. നീ പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന നിന്നെ ദൈവം ആ ഒരു പൊസിഷനിലേക്ക്, ആ ഒരു മേഖലയിലേക്ക് ദൈവം കൊണ്ടുവരാൻ പോവുകയാണ്. ജപിക്കുന്ന നീ ആരാധിക്കുന്ന ദൈവം அந்த உயர்ந்த அந்த ஸ்தானத்திலே உன்னை கொண்டு வைக்க விரும்புகிறார். എസ്തേർ രാജകൊട്ടാരത്തിലേക്ക് കടന്നു വന്നു. அந்த எஸ்தர் ராஜ அரண்மனைக்கு கடந்து வந்தாள். മൊർദെഖായി കൊട്ടാരത്തിന്റെ വെളിയിലാണ് പാർക്കുന്നത്. அரண்மனைக்கு வெளியிலே தான் மொர்ദെഖായി இருக்கிறான். മൊർദെഖായി അരമനയുടെ വെളിയിൽ നിൽക്കുമ്പോൾ ഹാമാൻ എന്ന് പറയുന്ന ഒരുവന് ഇവനെ കാണുമ്പോൾ ഒരു ശണ്ട ഇടുവാൻ അവന് തോന്നി. அந்த மொர்ദെഖായി அரண்மனைக்கு வெளியே வாசற்படியிலே இருக்கும்போது அந்த மொர்ദെഖായി அவனிடத்தில் வம்புக்கு வருகிறான். പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാമാൻ വരുമ്പോൾ ഹാമാനെ മൊർദെഖായി കുമ്പിടണം, നമസ്കരിക്കണം. அந்த ஆமான் வரும்போது ஆமானை
മൊർദെഖായ് വണങ്ങ வேண்டும். പക്ഷേ മൊർദെഖായ് ഒരു യഹൂദനാണ്. മൊർദെഖായ് ഒരു യൂദൻ. അവന്റെ ബാല്യം മുതൽ അവൻ പഠിച്ച ന്യായപ്രമാണമുണ്ട്. അവനക്ക് അവൻ പഠിച്ച ന്യായപ്രമാണമുണ്ട്. ആ ന്യായപ്രമാണം പറയുന്നു ഒരു മനുഷ്യനെയും വണങ്ങരുത്, നമസ്കരിക്കരുതെന്ന് തിരുവെഴുത്ത് അവനെ ന്യായപ്രമാണം പഠിപ്പിക്കുന്നു. ന്യായപ്രമാണം ചൊല്ലത് എന്ത മനുഷ്യനെ നീ വണങ്ങ കൂടാതെ എന്ന്. സ്വന്തം രാജ്യമല്ല, സ്വന്തം ദേശമല്ല മൊർദെഖായിയുടെ. മൊർദെഖായ്ക്ക് അത് സ്വന്തം ദേശമല്ല. പക്ഷെ സ്വന്തം ദേശമല്ലെങ്കിലും ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് വേണ്ടി അവൻ വില കൊടുത്തു നിൽക്കുകയാണ്. അവൻ സ്വന്തം ദേശം ഇല്ലാവിട്ടാലും ആണ്ടയുടെ വസനത്തിക്കാக അവൻ നിൽക്കുകയാണ്. അവൻ യഹൂദനെ സംബന്ധിച്ച് ന്യായപ്രമാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവന്റെ ജീവനാണ്. அந்த நியாயப்பிரமாணம் என்று சொல்லும்போது அவனுடைய ஜீவன், അവന്റെ ജീവനാണ് ന്യായപ്രമാണം. ജീവൻ தான் அவனுடைய நியாயப்பிரமாணம். മോശ മുഖേന കൊടുത്ത ന്യായപ്രമാണം അവന്റെ ജീവനാണത്. മോശ മൂലമായി കൊടുക്കപ്പെട്ട அந்த நியாயப்பிரமாணம் அவனுடைய ജീവൻ. അവൻ എന്ത് വില കൊടുത്തും അതിനെ സൂക്ഷിക്കുവാൻ അവൻ തയ്യാറാണ്. എന്ത് വില കൊടുത്താലും அதை കാത്തുകൊള്ള അവൻ വല്ലവനായി തയ്യാറായിരുന്നാൻ. ഇന്ന് രാത്രി നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഇന്നേക്ക് ഇരവില നീ ഒരു കാര്യത്തെ പുരിந்துകൊള്ള வேண்டும். നീ ആയിരിക്കുന്ന ഓഫീസിൽ, നീ ഇരിക്കുന്ന ഉന്റെ ഓഫീസിലെ, നീ ആയിരിക്കുന്ന ഇടങ്ങളിൽ, നീ ഇരിക്കുന്ന ഇടങ്ങളിൽ നീ ഒരു വ്യത്യസ്തനാണ്. നീ ഒരു വ്യത്യാസമാനവൻ. അവൻ പല കാര്യം ചെയ്യും, പക്ഷെ നീ ആ കാര്യം ചെയ്യാൻ പോകരുത്. അവൻ എதையோ செய்வான், ஆனா நீ அதை செய்யக்கூடாது. അവൻ ചിലപ്പോൾ ഡ്രിങ്ക്സ് കഴിക്കാമേ, കുടിക്കുവായിരിക്കും, നീ അതിന് പോകരുത്. അവൻ ഒരുവേള കുടിക്കുന്നവനാ இருக்கலாம், നീ അത് പക്കത്തിലേ പോകக்கூடாது. അവൻ സിഗരറ്റ് വലിക്കുന്നവനായിരിക്കും, പക്ഷെ നീ അത് ചെയ്യരുത്. അവൻ സിഗരറ്റ് പിടിക്കുന്നവനാ இருப்பான், നീ അതിന് പക്കത്തിലേ പോകக்கூடாது. അവന്റെ സംസാരം നല്ലതല്ലായിരിക്കാം, നീ ആ സംസാരിക്കരുത്. അവൻ നല്ലതില്ലാത്ത കാര്യങ്ങളെ പേശുവാൻ, നീ அதை பேசக்கூடாது. അവന് പല ബന്ധങ്ങളും ദൈവഹിതമില്ലാത്ത ബന്ധങ്ങൾ ഉണ്ടായിരിക്കാം, നീ ആ ബന്ധങ്ങൾക്കകത്ത് പോകരുത്. ദൈവഹിതത്തിന് മാറാന ഐക്യം അവനക്ക് ഇരിക്കും, ഉനക്ക് அந்த ഐക്യം ഇരിക്കக்கூடாது. കാരണം നീ വ്യത്യസ്തനാണ്. നീ വ്യത്യാസമാണ്. നീ ആയിരിക്കുന്ന ഓഫീസിൽ നീ വ്യത്യസ്തനാണ്. നീ ഇരിക്കുന്ന ഓഫീസിലെ നീ വ്യത്യാസമാണ്. നിന്റെ ബന്ധുക്കളുടെ നടുവിൽ നീ വ്യത്യസ്തനാണ്. നിന്റെ സ്വന്തങ്ങൾ നടുവിലെ നീ വ്യത്യാസമാണ്. നീ എവിടൊക്കെ ആയിരിക്കുന്നു അവിടെയെല്ലാം നീ വ്യത്യസ്തനാണ്. എങ്ക ഉന്നെ കർത്തർ വൈത്തിരിക്കാരോ അങ്ങേ നീ വ്യത്യാസമാനവനായിരിക്കും. വേദപുസ്തകം പറയുന്നു ദാനിയേലിന്റെ ജീവിതത്തിനകത്ത് ദാനിയേൽ പറഞ്ഞു, ഞാൻ രാജാവിന്റെ ഭോജനം കൊണ്ട് എന്റെ ശരീരത്തെ അശുദ്ധമാക്കത്തില്ല. ദാനിയേൽ എന്തൊക്കെ சொன்னான், രാജഭോജനത്തിനാല എന്നെ താൻ തീട്ടുപെടുത്തിക്കൊള്ളാം. ഇന്ന് രാത്രികാലം എത്ര പേർ പറയും, ഞാൻ വ്യത്യസ്തനായി നിന്ന് ദൈവത്തിന് വേണ്ടി വില കൊടുത്ത് നിൽക്കുവാനിടയായി തീരും. ഞാൻ ഇன்றைக்கு ഒരു തീരുമാനം നിങ്ങൾ എടുക്ക வேண்டும், ദേവനുക്കാக വ്യത്യാസമായി ഇருந்து അവരുടെ ചിത്തം ചെയ്യുവാൻ. എപ്പോഴും മനസ്സിലാക്കണം, നീ ആയിരിക്കുന്ന മേഖലയിൽ നീ ഒരു ദൈവ മനുതൻ, ദൈവ പൈതലാണെന്ന് നിന്റെ അകത്തൊരു ബോധ്യമുണ്ടായിരിക്കണം. എപ്പോഴും ഉங்களுக்குள்ள ഒരു ഉണർവ് ഇരിക്കണം, ഞാൻ ദേവന്റെ പിള്ളை என்று சொல்லி. നീ ദൈവത്തിന്റെ മകനാണ്, നീ ദേവന്റെ പിള്ളയാകും. നീ ദൈവത്തിന്റെ മകളാണ്, നീ ദേവന്റെ മകളാകും. നീ ഒരിക്കലും പിശാചിന്റെ മകനായി മാറരുത്. നീ ഒരു നാളും പിശാചിൻ മകനാക മാറக்கூடாது. മൊർദെഖായ് പറയുകയാണ്, ഞാൻ അവനെ നമസ്കരിക്കത്തില്ല. മൊർദെഖായ് சொல்லுகிறான், நான் அதை வணங்க மாட்டேன். ഞാൻ നമസ്കരിക്കും, സത്യ ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ എന്റെ മുട്ടുമടക്കും. ജീവനുള്ള ദേവനുക്ക് മുൻപാണ് ഞാൻ മടങ്ങുവേൻ. ഞാൻ വണങ്ങും, ഞാൻ എന്റെ ദൈവത്തെ മാത്രമേ വണങ്ങത്തുള്ളൂ. ദൈവത്തെ മാത്രം ഞാൻ വണങ്ങുവേൻ. ഇത് കണ്ടപ്പോൾ ഹാമാന് വലിയ പ്രശ്നമായി. ഇதை பார்த்தோன்னா ഹാമാനുക്ക് ரொம்ப കോപമായി. ഹാമാന്റെ അകത്ത് ഇവനോട് ഭയങ്കര വൈരാഗ്യമായി. ഇവൻ മേൽ അവനുക്ക് ഒരു വലിയ വൈരാഗ്യം ഉണ്ടാണ്. ഇവനെ എങ്ങനെങ്കിലും ഇവനെ ഒതുക്കണം, ഇവനെ കൊല്ലണം, ഇവനെ എപ്പോഴായാലും ഒതുക്കണം, ഇവനെ സാഗടിക്കണം. നിങ്ങൾ ഓർക്കണം, ഒരു കാര്യവുമില്ലാതെ ശണ്ടയ്ക്ക് വരികയാണ്, ഒരു വിഷയമില്ലാമ വമ്പുക്ക് വരുകയാണ്. അങ്ങനെ ഇന്ന് രാത്രി അനുഭവിക്കുന്നവർ പ്രാർത്ഥിച്ചാട്ടെ. இந்த അനുഭവത്തിലെ யாராയാലും ഇരിക്കുമാനാൽ ജപിക്ക வேண்டும். നിന്റെ ആയിരിക്കുന്ന മേഖലയ്ക്കകത്ത് ഒരു കാര്യവുമില്ലാതെ വഴക്കിനും ശണ്ടയ്ക്കും വരുന്ന മേഖലയെ കർത്താവ് ഇത് രാത്രികാലം വെട്ടാൻ പോവുകയാണ്. ഉനക്ക് വിരോധമായി എന്ത കാരണവും ഇല്ലാതെ വമ്പുക്ക് വരുகிறவர்களை കർത്തരനെ തകർത്ത് മാറ്റ പോകുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഇന്ന് രാത്രി? എത്ര പേർ വിശ്വാസിക്കുന്നു? ശക്തിയോടെ കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ, വല്ലമയോടെ ആണ്ടവർക്ക് നന്ദി ചൊല്ലുவோம். ഹല്ലേലൂയ, ഹല്ലേലൂയ. മൊർദെഖായിയുടെ ജീവിതത്തിനകത്ത്, മൊർദെഖായിയുടെ வாழ்க்கைയിലെ ഒരിക്കൽ അഹശ്വേരോശ് രാജാവിനെ ചില ആൾക്കാർ കൊല്ലുവാൻ തീരുമാനിച്ചു. അഹശ്വേർ രാജാവെ ഒരു ചിലർ കൊല ചെയ്യ திட்டமிட்டார்கள். മൊർദെഖായി അത് രാജാവിനെ അറിയിച്ചു. அதை മൊർദെഖായി രാജാവുക്ക് തെரியப்படுத்தினார். അത് സത്യമാണെന്ന് കണ്ട് നിശ്ചയിച്ചവരെ രാജാവ് കൊന്നുകളഞ്ഞു. அது உண்மை என்று அறிந்தபோது அதை செய்ய சதித்திட்டம் தீட்டினவரை ராஜா கொன்று போட்டார். പക്ഷേ അതിന് അവന് പ്രതിഫലമൊന്നും അന്നേരം ലഭിച്ചില്ല. அதுக்கு அவர்களுக்கு മൊർദെഖായിക്ക് പ്രതിഫലം കൊടുത്തതിல்லை. ഒരു പ്രതിഫലം അതിന്റെ അകത്തിന് അവന് ലഭിച്ചില്ല.
അവனுக்கு அதனால எந்த பிரதிபலனும் கிடைக்கவில்லை. എന്നാൽ മുൻപോട്ട് ആമേൻ ജീവിതം കടന്നുപോയി. അവനുമായി നാட்கள் കടന്നു പോകുന്നത്. ആമേൻ ഹാമാന്റെ അകത്ത് ആമേൻ അവൻ ഒരു ചിന്തയിലേക്ക് വരികയാണ്. അവൻ ഒരു ചിന്തയോട് ആമാൻ വരുகிறான். മൊർദെഖായിയെ മാത്രം നശിപ്പിക്കുന്നില്ല, ഇവന്റെ ഗോത്രം മുഴുവൻ നശിപ്പിക്കാൻ പോവുകയാണ്. ആമാനെ മാത്രമല്ല അവന്റെ ഗോത്രത്തെയെ അവന്റെ വംശത്തെയെ ഇല്ലാமல் பண்ண வேண்டும். കാരണം ഹാമാന്റെ ജീവിതത്തിനകത്ത് അഹശ്വേരോശ് രാജാവ് ഒരു സ്ഥാനക്കയറ്റം അവന് കൊടുത്തു. ആമാനുക്ക് அந்த ஆகாஸ்வேரன் ராஜாவுடைய அந்த ஸ்தானத்திலே அவனை வைத்திருந்தான். അവന്റെ അധികാരം ഉപയോഗിച്ച് മൊർദെഖായിയെ എങ്ങനെയെങ്കിലും കൊല്ലാൻ അവൻ പ്ലാൻ ചെയ്യുകയാണ്. അവനുക്ക് ഇരുന്ന അധികാരത്തെ பயன்படுத்தி எப்படியாகிலும் മൊർദെഖായിയെ കൊല ചെയ്യ வேண்டும் എന്ന് തിട്ടമിട്ടാൻ. എങ്ങനെയെങ്കിലും അവന്റെ അധികാരം ഉപയോഗിച്ച് അവനെ കൊല ചെയ്യാൻ അവൻ പദ്ധതിയിടുകയാണ്. എപ്പോഴാകിലും അവന്റെ അധികാരത്തെ பயன்படுத்தி മൊർദെഖായിയെ കൊണ്ടുപോട வேண்டும் എന്ന് തിട്ടമിട്ടാൻ. ഇന്ന് രാത്രികാലം മനസ്സിലാക്കണം, ദൈവം ഒരുവന്റെ കൂടെയുണ്ടെങ്കിൽ, ഒരുവനോട് ദേവൻ ഇരുപ്പാറാണ്, ഒരുവന്റെ കൂടെ ദൈവമുണ്ടെങ്കിൽ, ഒരുവന്റെ കൂടെ ദേവൻ ഇരുപ്പാറാണ്, പൈശാചിക ലോകം മുഴുവൻ ഇളകി വന്നാലും, ഉലകത്തിലെ എല്ലാ തീയ ശക്തികളും എളുമ്പി വന്നാലും, ദൈവത്തിന്റെ സമയത്തിന് മുന്നമേ അവനെ തൊടുവാൻ കഴിയത്തില്ല. അവന്റെ സമയத்துக்கு മുന്നേ അവനെ ഒന്നും ചെയ്യാൻ முடியாது. ദൈവത്തിന്റെ സമയത്തിന് മുമ്പേ അവനെ തൊടുവാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ സമയத்துக்கு മുൻപാக അവനെ തൊട முடியாது. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ പിശാചിടുന്ന സകല പ്ലാനുകളും അധികാരമുള്ള യേശുവിൻ നാമത്തിൽ അഴിയട്ടെ. தேவ பிள்ளைகளுக்கு எதிராய் வருகிற எல்லா தீய வல்லமைகளும் அழிந்து போவதாக. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹാമാന്റെ ജീവിതത്തിനകത്ത് ആമേൻ വലിയ നേട്ടങ്ങൾ ഉണ്ടായി. ആമാന്റെ வாழ்க்கையிலே വിധമായ പല തിട്ടങ്ങൾ ഉണ്ടാനത്. മൊർദെഖായി ആമേൻ ഈ വാർത്ത അറിയുകയാണ്, ഞങ്ങൾ എന്നെ മാത്രമല്ല എന്റെ ഗോത്രത്തെ ഹാമാൻ നശിപ്പിക്കാൻ പോകുന്നു. മൊർദെഖായിക്ക് தெரிய വന്നത് എന്നെ മാത്രമല്ല എൻ വംശത്തെ അവൻ കൊല്ല തിട്ടമിട്ടിരിക്കുകയാണ്. ഇവൻ മുഖേന ഇവന്റെ വംശം തീരാൻ പോവുകയാണ്. ഇവൻ മൂലமாக ഇവന്റെ വംശമേ അഴിയ പോകുന്നത്. അല്ലെങ്കിൽ അതിന്റെ എല്ലാ എഴുത്ത് രേഖകളും അവൻ തയ്യാറാക്കി ഹാമാൻ. அந்த നഗൽകളെ എല്ലാം അവൻ ശേഖരിച്ചു കൊണ്ടാണ്. ആമേൻ ഇത് കേട്ടപ്പോൾ വചനം പറയുന്നു, ശൂഷൻ പട്ടണം കലങ്ങിപ്പോയി. ഇത് കേട്ടപ്പോൾ ശൂഷാൻ അരമനെ കലങ്ങുന്നത്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ഇന്നേക്ക് പരിശുദ്ധ ആവിയാനവർ ചൊല്ലുகிறார், ചില വാർത്തകൾ കേട്ട് കലങ്ങിയവർ എന്നെ കേൾക്കുന്നു. ചില വാർത്തകളെ കേട്ട് കലങ്ങി പോണവർ കേൾക്കാറ്. ആമേൻ ചില വാർത്തകൾ കേട്ട് കലങ്ങിയവർ എന്നെ ഇന്ന് രാത്രി കാലം കേൾക്കുന്നു. ഇന്നേക്ക് ചില വാർത്തകളെ കേട്ട് കലങ്ങി ഇരിക്കുന്നവർ இந்த நேரத்துல இருக்கிறீர்கள். രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, നീ കലങ്ങണ്ട. പരിശുദ്ധ ആവിയാനവർ ചൊല്ലുന്നു, നീ ഒന്നും കലങ്ങ വേണ്ടിയത്. പ്രശ്നം വരുന്നതിന് മുന്നമേ അതിന് പരിഹാരമായി ദൈവം ഇറങ്ങിയിട്ടുണ്ട്. പ്രശ്നം വരുവதற்கு മുന്നதாக പരിഹാരത്തോട് യേശു ദേവൻ ഇറങ്ങി വിട്ടാർ. മാറായിക്കകത്ത് കയ്പാണത്, ആ വെള്ളം കയ്പായി മാറി. എല്ലാ തണ്ണീർ കസപ്പായി മാറിവിട്ടത്. പക്ഷെ അതിന്റെ പക്കത്തിൽ ഒരു കൊമ്പുണ്ട്, അത് വെട്ടിയിടുമ്പോൾ ആ മാറ മധുരമായി മാറും. പക്കത്തിലെ ഒരു മരം ഇരിക്കുന്നത്, அந்த മരത്തിൻ കൊമ്പை വെട്ടി ഇടുമ്പോൾ അത് മധുരമായി മാറുகிறது. ശദ്രക്ക് മേശക് അബേദ്നെഗോ അവർ തീക്കകത്ത് കടന്നുപോയി. സാദ്രാക് മേശക് ആബേദ്നെഗോ என்பவர்கள் അഗ്നി ചൂളയ്ക്കുള്ളിൽ കടന്നു പോയി. വേദപുസ്തകം പറയുന്നു, അഗ്നി അവരെ തൊട്ടില്ല, അവരുടെ രോമം പോലും കത്തിയില്ല. വേദം ചൊല്ലുகிறது, அந்த അഗ്നി അവരെ சேதப்படுத்தவில்லை, ഒരു മുടി കൂടെ കരുകി പോകவில்லை. നമ്മൾ സഹിക്കുന്നതിന് മീതെയുള്ള പരീക്ഷ ദൈവം അനുവദിക്കത്തില്ല. നമ്മെ ത്രാണിക്ക് മിഞ്ചിന ശോധനയെ കർത്തർ അനുവദിപ്പതില്ല. രാത്രികാലം കര ഉയർത്തി പറഞ്ഞാട്ടെ, ത്രാണിക്ക് മീതെയുള്ള ശോധന ദൈവം അനുവദിക്കത്തില്ല. ത്രാണിക്ക് മിഞ്ചിന ശോധനയെ ദേവൻ അനുവദിപ്പതില്ല. എന്റെ ത്രാണിക്ക് മീതെയുള്ള ശോധന ദൈവം അനുവദിക്കത്തില്ല. ത്രാണിക്ക് മിഞ്ചിന ശോധനയെ കർത്തർ അനുവദിപ്പതില്ല. എത്ര പേർ അത് വിശ്വസിക്കുന്ന രാത്രിയിൽ? എത്ര പേർ നമ്പുகிறீர்கள் இந்த രാത്രിയിൽ? ഹല്ലേലൂയ. ഇവിടെ ഈ വാർത്ത അറിഞ്ഞപ്പോൾ, இந்த വാർത്തയെ കേട്ടപ്പോൾ ശൂഷൻ പട്ടണം കലങ്ങി. ശൂഷാൻ അരമനെ കലങ്ങുന്നത്. അവർ രാജാവിന്റെ അടുത്ത് അപേക്ഷയുമായിട്ട് പോയില്ല. രാജാവിടത്തിലെ വിണ്ണപ്പത്തിക്ക് പോകവില്ല. അവർക്ക് ഒറ്റ കാര്യം അറിയാം, അവർക്ക് ഒരു കാര്യം தெரியும், അവർ വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. അവരെ കൂപ്പിട്ടാൽ കൂപ്പിടുതലുക്ക് പതിൽ കൊടുക്കുന്നവർ, അവർ കരഞ്ഞാൽ മറുപടി കൊടുക്കുന്ന ഒരു ദൈവമുണ്ട്. അവർക്ക് മറുപടി കൊടുക്കുന്ന ഒരു ദൈവമുണ്ട്. അവർ പ്രാർത്ഥിച്ചാൽ കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ജപിത്താൽ കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. രാത്രി എത്ര പേർ വിശ്വസിക്കുന്നത്? എത്ര പേർ இந்த இரவிலே விசுவாசிக்கிறீர்கள்? എന്റെ പ്രശ്നത്തിന് മുതലായി ഞാൻ പ്രാർത്ഥിക്കും. நான் எனக்கு பிரச்சனைக்காக அவரிடத்தில் நான் ஜெபிப்பேன். എന്റെ പ്രശ്നത്തിന് ആരംഭത്തിൽ ഞാൻ പ്രാർത്ഥിക്കും. நான் எந்த பிரச்சனையானாலும் அவரிடத்தில் സംഭവിക്കണം. ഹല്ലേലൂയ.
പ്രശ്നം വരുമ്പോൾ പ്രാർത്ഥിച്ചാട്ടെ, പ്രശ്നം വരുമ്പോൾ പ്രാർത്ഥിച്ചാട്ടെ, പ്രശ്നം വരുമ്പോൾ പ്രാർത്ഥിച്ചാട്ടെ. ആമേ, മറ്റുള്ളവരെ വിളിക്കുന്നതിന് പകരം പ്രാർത്ഥിച്ചാട്ടെ. பிரச்சனை வரும்போது நாம் ஜெபிக்க ஆரம்பிப்போம். Yes Lord, yes Lord. Amen. ശൂഷൻ പട്ടണം ഇത് കേട്ടപ്പോൾ കലങ്ങിപ്പോയി. ശൂഷാൻ അരമന ഇത് നിമിത്തം കലങ്ങിപ്പോയി വിട്ടു. യഹൂദന്മാർ ഒന്നടങ്കം തീരുമാനിച്ചു. യൂദന്മാർ എല്ലാവരും തീരുമാനിத்தார். രാജാവിന്റെ അടുത്ത് പോകുന്ന പ്രശ്നമില്ല, രാജാവിന്റെ എന്താ വിഷയത്തിക്കാக പോക വേണ്ട. ഞാൻ നിൽക്കുന്നതും ഈ പ്രശ്നം വന്നതും എന്റെ ദൈവത്തിന് വേണ്ടി നിന്നതുകൊണ്ടാണ്. ഞാൻ നിൽക്കുന്നത് എൻ ദേവനുക്കാக വേണ്ടി. ഈ പ്രശ്നം വന്നത് എന്റെ ദൈവത്തിന് വേണ്ടി ഞാൻ നിന്നതുകൊണ്ടാണ്. ഞാൻ இந்த பிரச்சனை வந்திருக்கிற என் தேவனுக்காக நின்றதினாலே. ആമേ, എനിക്കൊരു കാര്യം നന്നായിട്ട് അറിയാം. எனக்கு ஒரு காரியம் நன்றாக தெரியும். എന്റെ ദൈവം അത് നോക്കിക്കോളും. என் தெய்வம் அதை பார்த்துக்கொள்ளுவார். നിന്റെ വിഷയത്തെ ദൈവം നോക്കിക്കോളും. என்னுடைய விஷயத்தை அவர் பார்த்துக்கொள்ளுவார். എന്റെ വിഷയത്തെ ദൈവം നോക്കിക്കോളും. என்னுடைய விஷயத்தை அவர் பார்த்துக்கொள்ளுவார். ഇന്ന് രാത്രി മല പോലെ നിൽക്കുന്ന വിഷയത്തെ ദൈവം നോക്കിക്കോളും. ഇന്നേക്ക് உங்களுக்கு എതിരായി മല പോലെ നിൽക്കുന്ന പ്രശ്നങ്ങൾ അവർ பார்த்துக்கொள்ளுவார். നീ കലങ്ങണ്ട, ദൈവം ഇന്ന് രാത്രിയിൽ നിനക്ക് വേണ്ടി പുതിയ വഴി തുറക്കുകയാണ്. നീ കലങ്ങ വേണ്ടിയല്ല, ഉനക്കാக தேவன் പുതിയ വഴികളെ തുറக்கிறார். വിശ്വസിക്കുന്നവർ ശക്തിയോടെ ആത്മാവിൽ പുതിയത് 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 പുതിയ വഴികൾ പുതിയ വഴികൾ പുതിയ അഭിഷേകം പുതിയ വഴികൾ അത് സംഭവിക്കട്ടെ. അവരുടെ തീരുമാനം ഇതാണ്, ഞങ്ങൾ ഉപവസിക്കാൻ പോവുകയാണ്. അവരുടെ തീരുമാനം എന്നവെന്നാൽ ഞങ്ങൾ ജപിക്ക പോകും. അവൻ തീരുമാനിക്കുകയാണ്, ഞങ്ങൾ ഉപവസിക്കാൻ പോകുകയാണ്, ഞങ്ങൾ ഉപവാസിക്ക പോകും എന്ന് തീരുമാനിത്താർ. എസ്തേർ ജനത്തോട് പറയുകയാണ്, എസ്തേർ വിധമായി ചൊല്ലുகிறாள், എനിക്കിപ്പോൾ രാജാവിന്റെ മുമ്പിൽ പോകാൻ എനിക്ക് അനുവാദമില്ല. എനിക്ക് ഇപ്പോഴത്തെ அந்த രാജാவை സന്ധിക്കக்கூடிய അനുമതി கிடையாது. പക്ഷേ നിങ്ങൾ ഉപവസിക്കാമെങ്കിൽ, നിങ്ങൾ ഒരുവേളை ജപിപ്പീர்களானால், നിങ്ങൾ പ്രാർത്ഥിക്കാമെങ്കിൽ, നിങ്ങൾ ജപിപ്പീர்களானால், എന്റെ പദവി എനിക്ക് പ്രശ്നമല്ല. എനിക്ക് പദവി പ്രശ്നമില്ല. എന്റെ തല പോയാലും കുഴപ്പമില്ല. എന്റെ തല പോയാലും ഭയമല്ല. ഞാൻ ചത്താലും കുഴപ്പമില്ല. ഞാൻ ചത്തു പോയാലും പറവായില്ല. എന്റെ ജനത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ദൈവം എന്നെ ഇവിടെ ആക്കിയിരിക്കുന്നത്. എന്റെ ജനത്തിക്കാக ഞാൻ കർത്തർ എന്നെ இந்த இடத்துல கொண்டு வைத்திருக்கிறார். ഇന്ന് രാത്രി നീ മനസ്സിലാക്കണം, ഈ ബാംഗ്ലൂർ പട്ടണത്തിൽ ഈ യലഹങ്കയിൽ ദൈവം നിന്നെ ആക്കിയിരിക്കുന്നത്. அந்த ബാംഗ്ലൂർ പട്ടണത്തിൽ இந்த യലഹങ്ക സഭയിൽ അവനെ ഏർപ്പെടുത്തി வைத்திருக்கிறது. പലരെയും പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും അവൻ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ്. ചിലരെ പാപത്തിലിരുന്നും ശാപത്തിലിരുന്നും വിടുതലയാക്കി നീ കൊണ്ടുവര വേണ്ട என்பதற்காக. മൊർദെഖായി ഇപ്രകാരം പറഞ്ഞു. മൊർദെഖായി വിധമായി சொன்னார், എസ്തേരേ, നീ ഇപ്പം പോവാമേ, നീ എഴുന്നേറ്റില്ല എങ്കിൽ, இப்பொழுது நீ இந்த நேரத்தில் உதவி செய்யவில்லை, ദൈവം വേറെ ആരെങ്കിലും എഴുന്നേൽപ്പിക്കും. கர்த்தர் வேறு யாராவது மூலமாக உதவி அனுப்புவார். ദൈവം വേറെ ആരെങ്കിലും കർത്താവ് എഴുന്നേൽപ്പിക്കും. அவர் வேறு யாராகிலும் கொண்டு செய்வார். കാരണം ദൈവത്തിന് പല വഴികളുണ്ട്. ദൈവത്തിന് പല വഴികളുണ്ട്. കൊടുങ്കാറ്റിലും പെരുങ്കാറ്റിലും ദൈവത്തിന് വഴിയുണ്ട്. കൊടുങ്കാറ്റിലും പെരുങ്കാറ്റിലും ആണ്ടവർക്ക് വഴി തരും. ചെങ്കടലിനകത്ത് ദൈവത്തിന് വഴിയുണ്ട്. ചെങ്കടലിലെ വഴി തുറക്കാൻ முடியும். യോർദാനിൽ അവന് വഴിയുണ്ട്. യോർദാനിലെ അവർക്ക് വഴിയുണ്ട്. മരുഭൂമിയിൽ അവന് വഴിയുണ്ട്. വനാന്തരത്തിലെ അവർക്ക് വഴിയുണ്ട്. അവന് ആകാശത്തിൽ വഴിയുണ്ട്. ആകാശത്തിലെ അവർക്ക് വഴിയുണ്ട്. അവനെ തടയാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. എന്ത് ശക്തിക്കും മുടിയാതെ. അവന്റെ പേരാണ് യേശു. അവരുടെ പേർதான் യേശു. ആമേൻ. എസ്തേർ തീരുമാനിച്ചു, ഞാൻ പോവുകയാണ്. എസ്തേർ അവരുമായി തീരുമാനിച്ചു പോകുகிறாள். മൊർദെഖായും യഹൂദനും ഉപവസിക്കുകയാണ്. മൊർദെഖായും യൂദர்களுം ജപിച്ചുകൊണ്ടിരിக்கிறார்கள். കാരണം ഒറ്റ ലക്ഷ്യം, പൊൻചെങ്കോൽ രാജാവ് ഇവിടെ നീട്ടണം. ഒരേ ലക്ഷ്യം, എസ്തേർക്ക് നേരാக பொற்செங்கோலை ராஜா நீட்ட வேண்டும். பொன்செங்கோல் ராஜாവ് എസ്തേർ നേരെ നീട്ടണം. அந்த பொற்செங்கோலை ராஜா എസ്തേർക്ക് നേരായി നീട്ട வேண்டும். നീട്ടിയില്ലെങ്കിൽ അവിടെ കഴുത്ത് പോകും. അവർ നീട്ടാവിട്ടാൽ അവളുടെ കഴുത്ത് വെട്ടപ്പെടും. അവള് അതിനു വേണ്ടി അവൾ അവളെ തന്നെ ത്യജിക്കുകയാണ്. അതற்காகத்தான் അവൾ ജപിക്ക சொன்னாள். ജനമെല്ലാം പ്രാർത്ഥിക്കുകയാണ്. ജനങ്ങളെല്ലാം ജപിக்கிறார்கள். അവർ രട്ടുടുത്തു. അവർ ചാക്കുശീല എടുത്തു. അവൾ രട്ടുടുത്തിക്കൊണ്ടാണ്. അവർ മൊർദെഖായും യഹൂദനും രട്ടുടുത്തു. മൊർദെഖായും അവരുടെ ജനങ്ങളും രട്ടുടുത്തിക്കൊണ്ടാണ്. അവർ ഉപവസിക്കുകയാണ്. അവർ ഉപവസിക്ക തുടങ്ങി. അവരെല്ലാരും ഉപവസിക്കുകയാണ്. അവർ എല്ലാവരും ഉപവസിക്ക തുടങ്ങിனார்கள். എസ്തേർ 4:1. എസ്തേർ 4:1 വാസിக்கலாம். நடந்த யாவற்றையும் மொர்தெகாய் அறிந்தபோது மொர்தெகாய் தன் வஸ்திரங்களை கிழித்து ரெட்டுடுத்தி சாம்பல் போட்டுக்கொண்டு நகரத்தின் நடுவே புறப்பட்டு போய் துயரமுள்ள மகா சத்தத்துடனே
അലറിക്കൊണ്ട് മഹാശബ്ദത്തോടെ അവൻ അലറിക്കൊണ്ട് നിലവിളിച്ചു. മഹാശബ്ദത്തോടെ അലറിക്കൊണ്ട് അവൻ കടന്നു പോനാ. കാരണം പ്രശ്നത്തിന്റെ കാഠിന്യം അത്രയ്ക്ക് വലുതാണ്. പ്രശ്നയ്ക്ക് കാരണം അവളവ് പെരുസ്. അവൻ അത്രയും അലറി നിലവിളിക്കാനുള്ള കാരണം അവന്റെ കുലം നശിക്കുകയാണ്. അവൻ അവളവ് ശബ്ദം പോട്ട് അലറ കാരണം അവന്റെ ജനങ്ങൾ കാക്കപ്പെട വേണ്ടും. കാരണം ആരെ കൊണ്ട് രക്ഷിക്കാൻ കഴിയത്തില്ല. യാരാലും ഇതെ വിടുവിക്കാൻ മുടിയാതെ. ദൈവമല്ലാതെ ഒരു മനുഷ്യനെ രക്ഷിക്കാൻ കഴിയത്തില്ല. ദേവനല്ലാமல் ഒരുവരാലും அதை രക്ഷിக்க முடியாது. ഇന്ന് രാത്രിയിൽ മനുഷ്യനെ കൊണ്ട് കഴിയാത്തത് ദൈവത്തെ കൊണ്ട് കഴിയും. ഇന്നേക്ക് രാത്രി ഞാൻ നിങ്ങൾക്ക് சொல்லுகிறேன், മനുഷ്യനാൽ முடியாது தேவனால் கூடும். മനുഷ്യനാൽ കഴിയാത്ത ദൈവത്തിനാൽ കഴിയും. മനുഷ്യനാൽ முடியாது தேவனால் முடியும். ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ. ദേവനുക്ക് முடியாத காரியம் ஒன்றுமே இல்லை. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. നീ വിശ്വസിച്ചാൽ ദേവന്റെ മഹിമയെ കാണും. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വസിച്ചാൽ ദേവന്റെ മഹിമയെ കാണും. ഇവൾ ധൈര്യത്തോടെ രാജാവിന്റെ മുമ്പിലേക്ക് കടന്നുപോയി. ഇവൾ ധൈര്യത്തോടെ രാജാവുക്ക് മുൻപായി കടന്നു പോന്നു. അവൻ ചെന്ന് പറഞ്ഞു, ആമേ രാജാവേ, ആമേ രാജാവും വരണം, ആമേ ഹാമാനും ഞാൻ ഒരുക്കുന്ന വിരുന്നിന് കടന്നു വരണം. രാജാവും ഹാമാനും ഞാൻ ഒരുക്കുന്ന വിരുന്നിന് കടന്നു വരണം. അവൾ சொல்லுகிறான், ഹാമാനും രാജാവും ഞാൻ ആയത്തം பண்ணியிருக்கிற വിരുந்துக்கு வர வேண்டும் என்று சொல்லுகிறார். ഇത് ആമേൻ വേഗത്തിൽ അന്ന് ആമേൻ രാജാവും ഹാമാനും വിരുന്നിന് കടന്നുപോയി. ഹാമാനും രാജാവും വിരുந்துக்கு கடந்து போனார்கள். ഇത് കണ്ടപ്പോൾ ഹാമാന് ഭയങ്കര സന്തോഷമായി. அந்த விருந்துக்கு அவள் அழைக்கப்பட்ட போது அவனுக்கு பயங்கரமான സന്തോഷം. ഭയങ്കര സന്തോഷമായി. ഭയങ്കര സന്തോഷം. അന്ന് അവൻ സന്തോഷത്തോടെയാണ് അവൻ വീട്ടിലേക്ക് കടന്നുപോയത്. അവൻ സന്തോഷമാ വീട്ടിലെ പോയി சொன்னான். അവൻ വീട്ടിൽ നിന്ന് തന്റെ മനവിയോടും തന്റെ കുഞ്ഞുങ്ങളോടും തന്റെ ദാസിദാസന്മാരോട് പറഞ്ഞു, രാജാവ് എന്നെ മാത്രമേ വിരുന്നിന് കൊണ്ടുപോയുള്ളൂ. രാജാത്തി ആയത്തം பண்ணின വിരുந்துக்கு என்னை മാത്രம்தான் அழைத்திருக்கிறார் என்று மனைவி பிள்ளைகளோடு சொன்னார். അദ്ദേഹം തന്റെ ഭാര്യയോട് പറഞ്ഞു, പക്ഷേ എന്റെ അകത്തൊരു വിഷമമുണ്ട്. ஆனால் எனக்கு ஒரு துக்கமுண்டு. മൊർദെഖായി എന്ന് പറയുന്നവൻ എന്നെ കുമ്പിടുന്നില്ല. அந்த மொர்தெகாய் என்று சொல்கிறவன் என்னை வணங்குவதில்லை. മൊർദെഖായി എന്ന് പറയുന്നവൻ എന്നെ കുമ്പിടുന്നില്ല. அந்த மொர்தெகாய் என்னை வணங்க மாட்டேன் என்கிறான். അവന്റെ ഭാര്യയും കൂടെയുള്ള അവന്റെ വിചാരകന്മാരും പറഞ്ഞു, നമുക്ക് അവനെ ഒരു കഴുകുമരം ഉണ്ടാക്കാം. അവന്റെ മനവിയും അവനോട് കൂടെ ഉള്ളവர்களும் சொன்னார்கள், அவனுக்கு ஒரு தூக்கு மரம் உண்டு பண்ணலாம். 5:14 5:13 14 5:13 ஆனாலும் அந்த யூதனாகிய மொர்தெகாய் ராஜாவின் அரமனை வாசலில் உட்கார்ந்திருக்கிறதை நான் காணும் அளவும் அவையெல்லாம் எனக்கு ஒன்றுமில்லை என்றான். அப்பொழுது அவன் மனைவியாகிய சிரேஷும் அவனுடைய சிநேகிதர் எல்லாரும் அவனை பார்த்து, 50 முழ உயரமான ஒரு தூக்குமரம் செய்யப்பட வேண்டும், அதிலே மொர்தெகாயை தூக்கி போடும்படி நாளைய தினம் நீ ராஜாவுக்கு சொல்ல வேண்டும், பின்பு சந்தோஷமாய் ராஜாவுடனே கூட விருந்துக்கு போகலாம் என்றார்கள். இந்த காரியம் ஆமானுக்கு நன்றாய் கண்டதினால் തൂക്കുമരത്തെ സേവിത്താൻ. അന്ന് രാത്രിയിൽ 50 മുഴം കഴുകുമരം അവർ ഉണ്ടാക്കുകയാണ്. അന്ന് ഇരവ് അവൻ 50 മുഴം ഉയരമുള്ള ഒരു തൂക്കുമരത്തെ ഉണ്ട് പണ്ണുക. അന്ന് രാത്രി 50 മുഴം കഴുകുമരം മൊർദെഖായിയെ തൂക്കാൻ ഉണ്ടാക്കുകയാണ്. അன்றைக்கு இரவே அந்த மொர்தெகாயை தூக்கி போடும்படியாக 50 മുഴം ഉയരമുള്ള തൂക്കുമരത്തെ ഉണ്ട് പണ്ണിനാൻ. മൊർദെഖായിയും തന്റെ യഹൂദ ജനവും ഉപവസിക്കുകയാണ്. മൊർദെഖായും അവന്റെ ജനങ്ങളെയും ഉപവസിച്ച് ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉപവസിക്കുന്നവനും പ്രാർത്ഥിക്കുന്നവനും വിരോധമായി കഴുകുമരം അവിടെ രാത്രിയിൽ ഉയരുകയാണ്. അങ്ങേ ഉപവസിച്ച് ജപിക്കുന്നവനുക്ക് വിരോധമായി അങ്ങേ തൂക്കുമരം ആയത്തമായി കൊണ്ടിരിക്കുന്നു. രാത്രിയിൽ ഹാമാനും തന്റെ കുടുംബവും തന്റെ കൂടെയുള്ളവരും ചേർന്ന് അവൻ കഴുകുമരം നല്ല വൃത്തിയായിട്ടുണ്ടാക്കി. ഹാമാനും അവന്റെ മനവി അവന്റെ കൂടെ ഉള്ളവர்கள் எல்லாரும் சேர்ந்து அழகாக 50 முழம் உயரமுள்ள தூக்குமரத்தை உண்டு பண்ணினார்கள். ദൈവം പ്രവർത്തിച്ചതായിട്ട് നമ്മൾ അവിടെ കണ്ടില്ല. அந்த இடத்துல தேவன் கிரியை செய்தது போல தெரியவில்லை. അവർ ദൈവം തീരുമാനിച്ചു അവൻ കഴുകുമരം ഉണ്ടാക്കട്ടെ തീരുമാനിച്ചു. தேவன் அவங்க அவன் கழுகுமரம் அந்த தூக்குமரம் உண்டாகட்டும் என்று சொன்னார். ദൈവം മൗനമായിരുന്നു. അവർ മൗനമായിരുന്നാർ. ദൈവം മൗനമായിരുന്നു. അവർ മൗനമായിരുന്നാർ. രാത്രി മനസ്സിലാക്കണം, ചില വിഷയത്തിനകത്ത് കർത്താവ് മൗനമായിരിക്കുന്നത് പോലെ നിനക്ക് തോന്നും. ചില നേരത്തിൽ നിങ്ങൾ പുരിந்து கொள்ள வேண்டும், കർത്താവ് ചില വിഷയത്തിൽ മൗനമായി ഇരിക്കുന്നത് പോലെ തോന്നും. യേശു കർത്താവ് ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? ഞങ്ങൾ മൂழ்கி പോകുന്നത് ഉമക്ക് കവല ഇല്ലയാ? ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? ഞങ്ങൾ മൂழ்கി പോകുന്നത് ഉമക്ക് കവല ഇല്ലയാ? എന്നാൽ യേശു കടലിന്റെ മീതെ നടന്നു വന്ന് കാറ്റിനെയും കടലിനെയും ശാസിച്ച് അക്കരെ എത്തിക്കുവാൻ ദൈവം യേശു அந்த கடலின் மேல் நடந்து வந்து காற்றையும் கடலையும் அதட்டி
അവർക്ക് വിടുതലയെ കൊടുത്താர். നീ പലപ്പോഴും ചിന്തിക്കും എല്ലാം തീരാൻ പോവുകയാണ്. നാം പലവേളை എനിക്ക് ഇതോட வாழ்க்கை முடிந்ததென்று. നീ പലപ്പോഴും ചിന്തിക്കും എല്ലാം അവസാനിക്കാൻ പോവുകയാണ്. എല്ലാം ഇതോட முடிய പോകുന്നത് என்று. എന്റെ കുടുംബം തകരാൻ പോവുകയാണ്. കുടുംബം തകർന്നു പോകുന്നത്. ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ദിക്കപ്പെടാൻ പോവുകയാണ്. എല്ലാവർക്കും മുന്നിൽ നിന്ദിക്കപ്പെടാൻ പോകുകയാണ്. എന്നാൽ ഇന്ന് രാത്രി നീ മനസ്സിലാക്കണം. இந்த இரவு நீ புரிந்து கொள்ள வேண்டும். ശത്രു കഴുകുമരം ഒരുക്കുമ്പോൾ, ശത്രു ഉനക്ക് തൂക്കുമരം ആയുധം பண்ணும்போது, ശത്രു കഴുകുമരം ഒരുക്കുമ്പോൾ, അവൻ തൂക്കുമരത്തെ ആയുധം பண்ணும்போது, എന്റെ ദൈവം അടുത്ത പദ്ധതി അവിടെ ചെയ്യുകയാണ്. ആണ്ടവർ ഇന്നൊരു മുറയിൽ ഉനക്ക് വഴിയെ വകുത്തു வைத்திருக்கிறார். എത്ര പേർ വിശ്വസിക്കുന്നു രാത്രിയിൽ? നിങ്ങൾ വിശ്വസിக்கிறீர்கள்? അന്നു രാത്രി, அந்த இரவிலே, അന്നു രാത്രി, அந்த രാത്രിയിലെ കഴുകുമരം അവിടെ ഉണ്ടാക്കുമ്പോൾ, അവൻ அந்த തൂക്കുമരം ഉണ്ടാക്കുമ്പോൾ ദൈവത്തിന്റെ പദ്ധതി കൊട്ടാരത്തിൽ വെളിപ്പെടുകയാണ്. ദേവന്റെ വല്ലമേ അരമനയിലെ വെളിപ്പെടുகிறது. ദൈവം ഒരിക്കലും നേരത്തെ വരുത്തില്ല. ആണ്ടവർ അവർക്ക് ദൈവം ഒരിക്കലും നേരത്തെ വരുത്തില്ല. നേരമേ അവർക്ക് അன்னைக்கு തൂക്കം വരവില്ലേ. അല്ല, ദൈവം ഒരിക്കലും നേരത്തെ വരുത്തില്ല. ഒരു ശീഘ്രമായി വരുത്തില്ല ദൈവം. ദേവൻ ശീഘ്രത്തിൽ നമ്മ നനക്കുന്നത് പോലെ ശീഘ്രത്തിൽ വരമാട്ടാർ. ദൈവം ഒരിക്കലും താമസിച്ചും വരുത്തില്ല. അവർ താമസിച്ചും വരമാട്ടാർ. ദൈവം തക്ക സമയത്തായിരിക്കും വരുന്നത്. തക്ക സമയത്തിലേ വരുവാർ. ദൈവം ഒരിക്കലും ശീഘ്രമായി വരുത്തില്ല. അവർ ഒരു നാളും ശീഘ്രമായി വരമാട്ടാർ. താമസിച്ചവൻ വരുത്തില്ല. അവർ താമസിച്ചും വരമാട്ടാർ. അവൻ തക്ക സമയത്ത് കർത്താവ് ഇറങ്ങി വരും. അവർ തക്ക സമയത്തിലേ വരുവാർ. കത്തിക്കും ഇസഹാക്കിന്റെ ഇടയ്ക്ക് ദൈവശബ്ദം അബ്രഹാമിന് വന്നതുപോലെ ഈസാക്കും அந்த கத்திக்கும் இடையிலே அந்த ஆபிரகாமுக்கு சத்தம் கேட்டது போல ദൈവ പ്രവൃത്തി ഇങ്ങനെയായിരിക്കും സംഭവിക്കുന്നത്. தேவனுடைய சத்தம் விதமாக தான் வெளிப்படும். നീ വിചാരിക്കും എല്ലാം അവസാനിക്കാൻ പോവുകയാണ്. നീ നിനക്കற ഇതോടെ வாழ்க்கை முடிந்தது. പക്ഷേ അങ്ങനല്ല. ദൈവം തക്ക സമയത്ത് നിനക്കായി നിന്റെ ഓഫീസിൽ ഇറങ്ങിയിരിക്കും. ദേവനുക്ക് தெரியும் தகுந்த நேரத்தில் ஆண்டவர் உனக்காய் கிரியை செய்வார். ദൈവം നിനക്കായി നിന്റെ ഭവനത്തിൽ ഇറങ്ങിയിരിക്കും. ഉനക്കാக കർത്തർ ഉൻ വീട്ടിലെ കടന്നു വരുവാർ. എത്ര പേർ വിശ്വസിക്കുന്നു രാത്രിയിൽ? വിശ്വാസിக்கிறீர்கள்? ആമേൻ. അന്നു രാത്രിയിൽ, அந்த രാത്രിയിലെ, ആമേൻ, കഴുകുമരം ഉണ്ടാക്കിയ ആ രാത്രിയിൽ, തൂക്കുമരം ഉണ്ട് പണിന அந்த രാത്രിയിലെ രാജാവിന്റെ ഉറക്കത്തെ ദൈവം എടുത്തു മാറ്റി. அந்த ராஜாவுடைய தூக்கத்தை கெடுத்து போட்டார். രാജാവിന്റെ ഉറക്കത്തെ ദൈവം എടുത്തു മാറ്റി. ദേവൻ അവന്റെ ഉറക്കത്തെ കെടുത്തു പോട്ടാർ. ദൈവം എപ്പോഴും പ്രവർത്തിക്കുന്നിടത്ത് അവൻ പ്രവർത്തിക്കും. ആണ്ടവർ യാരെ കൊണ്ട് എന്നെ ചെയ്യ വേണ്ട ആണ്ടവർക്ക് தெரியும். അവൻ യോസഫിനെ എഴുന്നേൽപ്പിക്കാൻ ആരുമില്ലായിരുന്നു. അന്നേക്ക് യോസേഫെ കാപ്പാറ്റ ആരുമില്ല. പക്ഷേ ഫറവോന് ദൈവം സ്വപ്നം കൊടുത്തു. അന്നേക്ക് പാർവോനുക്ക് കർത്തർ ഒരു സ്വപ്നം കൊടുത്താർ. ഒരിക്കലും സാധ്യതയില്ലായിരുന്ന ആമേൻ ജയിലിൽ നിന്നും അവനെ കൊട്ടാരത്തിലേക്ക് വിളിച്ചോണ്ട് വന്നു. എല്ലാ സൂழ்நிலைയും പ്രതികൂലമായിരിക്കുമ്പോൾ കർത്തർ അതിലിരുന്ന് അവനെ അരമനയ്ക്ക് കൊണ്ടുപോകുന്നു. ആമേൻ. ഒരിക്കലും അവൻ വരാൻ സാധ്യതയില്ല. അതിന്റെ വായ്പയെ ഇല്ലാത്ത സൂழ்நிலை. പക്ഷേ ഫറവോന്റെ സ്വപ്നത്തിൽ വെളിപ്പെടുത്തി ദൈവം അവനെ അരമനയിലേക്ക് കൊണ്ടുവന്നു. പാർവാനുക്ക് ഒരു സ്വപ്നം കൊടുത്ത് അവനെ അരമനയ്ക്ക് കൊണ്ടുപോകുന്നു. ഇന്ന് രാത്രി വിശ്വസിക്കുമെങ്കിൽ നിന്റെ ജീവിതത്തിനകത്ത് ആമേൻ എല്ലാം തീർന്നു എന്ന് പറയുമ്പോൾ ദൈവം പുതിയത് നിനക്കായി തുടങ്ങാൻ പോവുകയാണ്. നിന്റെ வாழ்க்கையில എല്ലാം முடிந்தது നീ നിனைக்கும்போது ദൈവം வாழ்க்கையில ஏதோ ஒன்று ஆரம்பிக்க போகிறார். അന്നു രാത്രിയിൽ, அந்த രാത്രിയിലെ, അന്നു രാത്രിയിൽ, அந்த இரவிலே ദൈവത്തിന്റെ സമയം, ആമേൻ, സമയത്തിന്, അവരുടെ സമയത്തിലെ, ആമേൻ, ദൈവം രാജാവിന്റെ ഉറക്കത്തെ എടുത്തു മാറ്റി. അവരുടെ രാജാവുടെ அந்த தூக்கத்தை கெடுத்து விட்டார். കർത്താവിനോട് ഇന്ന് രാത്രി പറയുന്നു, ആണ്ടവർ ഉങ്ങളോട് இந்த இரவிலே சொல்லுகிறார், നിനക്ക് വേണ്ടി ദൈവം ചിലരോട് സംസാരിക്കാൻ പോവുകയാണ്. ഉനക്കാக தேவன் சிலரோடு பேச போகிறார். നിനക്ക് വേണ്ടി ദൈവം ചിലരോട് സംസാരിക്കാൻ പോവുകയാണ്. ഉനക്കാக தேவன் யாரிடத்திலே பேச போகிறார். നിനക്ക് അത് വേണ്ടെങ്കിൽ ഞാൻ സ്വീകരിച്ചോളാം. നീ അത് വേണ്ട, ഞാനേ പാർത്തുകൊള്ളാം. അവൻ എനിക്ക് വേണ്ടി ദൈവം ആരോടോ സംസാരിക്കാൻ പോവുകയാണ്. എനിക്ക് വേണ്ടി കർത്തർ யாரிடத்திலோ என்ன செய்ய പറഞ്ഞാട്ടെ, എനിക്ക് വേണ്ടി ദൈവം ആരോടോ സംസാരിക്കാൻ പോവുകയാണ്. எனக்காக யாரிடத்திலோ கர்த்தர் பேச போகிறார். ആ പ്രശ്നത്തോട് ദൈവം കൽപ്പിക്കുന്നു, തോറ്റുപോകരുത്. அந்த பிரச்சனையில நீ தோற்று போக கூடாது. ആ പ്രശ്നത്തോട് ദൈവം കൽപ്പിക്കുകയാണ്. அந்த பிரச்சனை மூலமா கர்த்தர் உனக்கு கற்று தருகிறார். ആമേൻ. നിന്നെ തൊടുവാൻ ദൈവം സമ്മതിക്കത്തില്ല. அவர் உன்னை தொடுவதற்கு அவர் അനുമതിപ്പതില്ലേ. അന്ന് രാത്രിയിൽ, அந்த രാത്രിയിലെ, ആ രാത്രിയിൽ, அந்த இரவிலே ദൈവത്തിന്റെ സമയം വന്നു. அந்த தேவனுடைய நேரம் வந்தது. ദൈവത്തിന്റെ സമയം വന്നു. தேவனுடைய நேரம் வந்தது. രാത്രി വിശ്വസിക്കുമെങ്കിൽ നിനക്ക് വേണ്ടി വെച്ച ദൈവത്തിന്റെ രാത്രിയിലാണ് നീ ആയിരിക്കുന്നത്. நீங்கள் ഉണർവീர்களാனால் உங்களுக்கு குறித்த அந்த நேரத்துல தான் கர்த்தருடைய கிரியை நீங்க നിന്റെ ആ വിഷയത്തിനകത്ത് പരിഹാരം ഉണ്ടാക്കുന്ന രാത്രിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ஆண்டவர் உங்களுடைய பிரச்சனைகளுக்கு பரிகாரம் உண்டு பண்ணுகிற இரவில தான் நீங்கள் வந்திருக்கிறீர்கள். രാജാവിന്റെ ഉറക്കം ദൈവം എടുത്തു മാറ്റി. ஆண்டவர் அந்த ராஜாவின் தூக்கத்தை கெடுத்தார். 6-ാം അധ്യായം 1-ാം വാക്യം. 6-ാം அதிகாரம் 1-ാം വചനം.
அந்த ராத்திரியிலே ராஜாவுக்கு நித்திரை வராதபடியினால் கால வர்த்தமானங்கள் எழுதியிருக்கிற நடபடி புஸ்தகத்தை கொண்டு வர சொன்னான். அது ராஜ சமூகத்தில் வாசிக்கப்பட்டது. அடுத்த வாக்கியம். அப்பொழுது வாசற் காவலாளர்கள் ராஜாவின் 2 பிரதானிகளாகிய பிக்தானாவும் தேரேசும் ராஜாவாகிய அகாஸ்வேருவின் மேல் கை போட பார்த்த செய்தியை മൊർദെഖായി അറിവിത്താൻ എന്ന് എഴുതിയിരിക്കുന്നത് വാസിക്കപ്പെട്ടത്. മതി നോക്കിയേ, ഇവിടെ പറയുക അന്നു രാത്രിയില് ദിനവൃത്താന്ത പുസ്തകം രാജാവ് കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അന്നേക്ക് அந்த നടപടി പുസ്തകങ്ങളെ രാജാ കൊണ്ടുവരുമ്പടി சொன்னார். അതിന്റെ അകത്ത് മൊർദെഖായിലൂടെ നടന്ന ഒരു തനിക്ക് ലഭിച്ച ഒരു വിടുതലിനെ കുറിച്ച് വായിച്ചു കേൾപ്പിച്ചു. അங்கே ராஜாவுக்கு அன்றைக்கு நடந்த அந்த சம்பவத்தை பற்றி மொர்தெகாய் செய்த நல்ல நன்மையை அங்கே வாசித்தான். ഓരോ ദിവസം നടക്കുന്ന കാര്യം രാജാവിന്റെ പുസ്തകത്തിൽ എഴുതി വെക്കും. ஒவ்வொரு நாளும் நடக்கிற சம்பவங்களை அவர் ராஜா அந்த പുസ്തകത്തിൽ എഴുതി வைப்பார். അപ്പം ഇങ്ങനെ വായിച്ചു വന്നപ്പോൾ മൊർദെഖായിയുടെ ആ വിഷയത്തെ ഇവർ വായിക്കുവാനിടയായി. அந்த മൊർദെഖായിയുടെ വിഷയം അன்றைக்கு വാസിക്കപ്പെട്ട போது ദൈവത്തിന്റെ പ്രവൃത്തി പലപ്പോഴും ഇങ്ങനെയാണ്. தேவனுடைய கிரியை விதமாய் தான் இருக்கும். വായിച്ചപ്പോൾ മൊർദെഖായിയുടെ വിഷയം വായിച്ചു. இந்த வாசித்த போது மொர்தெகாயுடைய பெயர் அங்கே வந்தது. മൊർദെഖായിയുടെ വിഷയം എടുത്ത് വായിച്ചു. அந்த மொர்தெகாய் செய்த நன்மையை குறித்து அவன் வாசித்தான். അപ്പോൾ ചോദിച്ചു, അവന് നമ്മൾ എന്തെങ്കിലും പ്രതിഫലം കൊടുത്തായിരുന്നോ? நம்ம அதுக்கு பதிலாக ஏதாவது നന്മ ചെയ്തിരിக்கிறோமா? ഒന്നും കൊടുത്തില്ലെന്ന് പറഞ്ഞു. ഒന്നുമേ ചെയ്യவில்லை. ഞാൻ പറയാം, നിനക്ക് ചിലതൊക്കെ താമസിക്കുന്ന നന്മയ്ക്കാണ്. ഉനക്ക് ചില കാര്യങ്ങൾ താമസിക്കുന്നത് ഉനന്റെ നന്മയ്ക്കാக. ചിലതൊക്കെ ദൈവം താമസിപ്പിക്കുന്നത് നന്മയ്ക്കാണ്. ചില കാര്യങ്ങളെ ആണ്ടവർ താമസിക്കുന്നത് ഉന്റെ നന്മയ്ക്കാக. അന്ന് മൊർദെഖായിക്ക് പ്രതിഫലം കൊടുത്തായിരുന്നു എങ്കിൽ അன்றைக்கு தேவன் പ്രതിഫലം മൊർദെഖായിക്ക് കൊടുത്തിരുന്നാൽ ഈ ദൈവപ്രവൃത്തി നടക്കത്തില്ലായിരുന്നു. இந்த கிரியை இன்றைக்கு நடந்திருக்காது. ചിലതൊക്കെ ദൈവം തടഞ്ഞു വെച്ചത് നന്മയ്ക്കാണ്. കർത്താവ് ചില നന്മകളെ തടை பண்ணி வைத்தது உன்னுடைய பிரயோஜனத்துக்காக. അതിന്റെ മേൽ മഹത്വം വെളിപ്പെടാൻ വേണ്ടിയാണ്. அவருடைய மகிமை உன்னிலே வெளிப்படும்படியாக. അതിന്റെ മേൽ ദൈവിക മഹത്വം വെളിപ്പെടാൻ വേണ്ടിയാണ്. അതിമൂലமாக தேவனுடைய മഹിமை வெளிப்படும்படியாக. ആമേൻ. ഇന്ന് രാത്രി കരമുയർത്തി പറഞ്ഞേ, ആമേൻ, ചിലതൊക്കെ താമസിച്ചതിന് നന്ദി കർത്താവേ. ചില കാര്യ നന്മകൾ താമസിച്ചதற்காக നന്ദി എന്ന് சொல்லுவோம். ചിലതൊക്കെ താമസിച്ചതിന് നന്ദി കർത്താവേ. ചില നന്മകൾ താമസിച്ചதற்காக നന്ദി എന്ന് சொல்லுவோം. ദൈവം താമസിപ്പിച്ചതിനെ ഓർത്ത് നീ പിറുപിറുക്കണ്ട. നീ താമസിച്ചதற்காக ഒരു നാളും മുറുമുറുക്ക വേണ്ട. ആമേൻ. നീ പിറുപിറുക്കണ്ട. നീ ഒരു നാളും മുറുമുറുക്ക വേണ്ട. അത് മഹത്വമായി ദൈവം വിളിച്ചു വരുത്തും. കർത്താവ് അത് മഹിമയായി മാറ്റി മുടിക്കും. അത് മഹിമയായി ദൈവം അത് മാറ്റും. കർത്താവ് അത് മഹിമയായി മാറ്റും. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർ അത് വിശ്വസിക്കുന്നു? ആമേൻ. ദൈവം ചിലതൊക്കെ തടഞ്ഞ നന്മയ്ക്കാണ്. കർത്താവ് ചില കാര്യങ്ങളെ തടുത്തത് നന്മയ്ക്കാக. ചോദിച്ച്, അവന് നമ്മളൊന്നും കൊടുത്തില്ലല്ലോ. നാം നിனைப்போம் നാം അവർക്ക് ഒന്നും ചെയ്യവില്ല ഇല്ലവാ. ഇവിടെ 50 മുഴം കഴുകുമരം റെഡി ആയിരിക്കുക. ആമാൻ അങ്ങ് 50 മുഴത്തിൽ அந்த തൂക്കുമരത്തെ ചെയ്തു വെച്ചിരിക്കുകയാണ്. ആമേൻ. അദ്ദേഹത്തിന് ഉറക്കമില്ല. அந்த രാത്രിയിൽ രാജാവുക്ക് തൂക്കമില്ല. ഹാമാനും ഉറക്കമില്ല രാത്രിയിൽ. ആമാനുക്കും രാത്രി തൂക്കമില്ല. കാരണം ഭയങ്കര സന്തോഷമാണ്. അവനക്ക് ഭയങ്കര സന്തോഷത്തിലായി. മൊർദെഖായി തീരാൻ പോവാണ്. മൊർദെഖായി കാലിയാക പോറാൻ. പക്ഷെ എന്റെ ദൈവം, ஆனால் நம்முடைய தெய்வம், അവൻ ചിന്തിച്ചിട്ടിൽ ഹാമാൻ പോലും ചിന്തിക്കാത്ത മേഖലയിൽ, അവൻ ചിന്തിക്കാത്ത മുറയില്, ആമേൻ, മൊർദെഖായിക്ക് പോലും ചിന്തിക്കാത്ത മേഖലയിൽ, അവൻ മൊർദെഖായെ പറ്റി ചിന്തിക്കാതെ அந்த മുറയില്, ആമേൻ, എന്റെ ദൈവം ഇവനെ ബഹുമാനിക്കാൻ വേണ്ടി പദ്ധതി ഒരുക്കുകയാണ്. ഇവനെ ഗനം பண்ணும்படியாக അവർ ആയത്തമായി കൊണ്ടിരിക്കുകയാണ്. നീ കണ്ണുകൊണ്ട് കാണുന്നില്ലെന്നേയുള്ളൂ ദൈവം പ്രവർത്തിക്കുന്നത്. നീ പാർക്കുന്നത് പോലെയല്ല ദേവൻ ക്രിയ ചെയ്യുന്നത്. നീ പലപ്പോഴും നിനക്ക് മനസ്സിലാകുന്നില്ല ദൈവം പ്രവർത്തിക്കുന്നുണ്ട് എന്ന്. നിനക്ക് പലപ്പോഴും മനസ്സിലാകത്തില്ല ദൈവം പ്രവർത്തിക്കുന്നു. പക്ഷെ നീ മനസ്സിലാക്കിക്കോണം, തക്ക സമയമാകുമ്പോൾ, നീ പുരിന്തുകൊള്ള വേണ്ടത് തകുந்த നേരം വരുമ്പോൾ, തക്ക സമയമാകുമ്പോൾ, തകുந்த നേരം വരുമ്പോൾ ദൈവം നിനക്കായി ഇറങ്ങിയിരിക്കും. ദൈവം ഉനക്കാக ഇറങ്ങി വരുവാ. നിനക്കായി ദൈവം ഇറങ്ങിയിരിക്കും. കർത്തർ ഉനക്കാக ഇറങ്ങി ക്രിയ ചെയ്യുവാൻ. നിനക്കായി ദൈവം ഇറങ്ങിയിരിക്കും. ആണ്ടവർ ഉനക്കാக ഇറങ്ങി ക്രിയ ചെയ്യുവാൻ. രാവിലെ ഹാമാൻ വന്നു. കാലയിലെ ആമാൻ വന്നാ. രാജാവ് ചോദിച്ചു, രാജാ കേട്ടാർ, ബഹുമാനിക്കുന്ന പുരുഷനെ ഞാൻ എന്ത് ചെയ്യണം? കനം പണ്ണ വിരുമ്പുകിற മനുഷ്യനുക്ക് എന്നെ ചെയ്യ വേണ്ടും. ഹാമാന്റെ അകത്തൊരു ചിന്ത വന്നു. ആമാനുക്ക് ഒരു എണ്ണം വന്നത്, എന്നെ കുറിച്ചായിരിക്കും ഈ പറയുന്നത്. എന്നെ കുറിച്ച് താൻ രാജാ ഇപ്പൊ ചിന്തിച്ചു കൊണ്ടിരിക്கிறார். എന്നെ കുറിച്ചായിരിക്കും ഈ പറയുന്നത്. ഇപ്പോഴത് എന്നെ കുറിച്ച് താൻ അവർ சொல்லுகிறார். അപ്പൊ അവന്റെ അവന് ഇതുവരെ അവൻ രാജാവിന്റെ ചില കാര്യങ്ങൾ അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു. இப்படி ராஜாவிடத்துல அவனுக்கு நல்ல நெருக்கம் இருந்தது.
ചിലതൊക്കെ രാജാവിന്റെ പല കാര്യങ്ങളും അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ராஜா செய்கிற அநேக காரியங்கள் அவனுக்கு ரொம்ப சந்தோஷமா இருந்தது. അവനൊരു അവസരം കിട്ടിയപ്പോൾ அவனுக்கு ஒரு வாய்ப்பு கிடைத்த போது എനിക്ക് അതൊക്കെ വേണമെന്ന് അവൻ പറഞ്ഞു. அவன் விதமாய் ராஜாவுக்கு அவன் கனம் பண்ண விரும்புகிற மனுஷனுக்கு செய்ய வேண்டும் என்று சொன்னார். രാജാവ് പറഞ്ഞു, ராஜா சொன்னார், നീ ഒരു കാര്യം ചെയ്യ്, நீ ஒரு காரியம் செய். വെളിയിൽ ഒരുത്തൻ കിടപ്പുണ്ട്, வெளியே ஒருத்தன் கிடக்கிறான், അവന്റെ പേര് മോർദെഖായി എന്നാ, முருதகாய் என்று சொல்லுகிறான். ഇതെല്ലാം അവൻ അങ്ങ് ചെയ്തോളാൻ പറഞ്ഞു. அவனுக்கு செய்ய என்று சொன்னார். എന്റെ ദൈവം ആരാ? நம்முடைய தெய்வம் யார்? എന്റെ ദൈവം ആരാ? நாம் ആരാധിக்கிற தேவன் யார்? 50 മുഴം കഴുകുമരവുമായി വന്നേക്കും അവൻ. അവൻ 50 മുഴം തൂക്കുമരത്തോട് വന്ന് നിൽക്കുന്നു. പക്ഷേ ദാണ്ടെ ദൈവം മാനിക്കുന്നവനെ അവൻ ശത്രുവിന്റെ മുമ്പിൽ അവന്റെ നാവ് കൊണ്ട് പറയിപ്പിച്ച് ദൈവം മാനിക്കുകയാണ്. ആണ്ടവർ കനം பண்ணுகிற മനുഷ്യനെ ശത്രുடைய നാവിനാലെ சொல்ல வைத்து കനം பண்ணுகிறார். കഴിഞ്ഞ രാത്രിയില് கடந்த இரவிலே ഹാമാന്റെ വീട്ടിൽ മൊത്തം ചർച്ചയായിരുന്നു. அங்கே ஆமாന്റെ வீட்டுல பயங்கரமான சந்தோஷமா இருந்தது. മോർദെഖായിയെ നമുക്ക് അങ്ങനെ തൂക്കിക്കൊല്ലണം, அவனை அப்படி தூக்கி கொலை செய்ய வேண்டும். ഭാര്യയ്ക്ക് ഒരു അഭിപ്രായമുണ്ട്, அவனுடைய மனைவிக்கு ஒரு திட்டம் இருந்தது, കൂടെയുള്ള ദാസീദാസന്മാർക്ക് ഒരു അഭിപ്രായമുണ്ട്, அவர் கூட உள்ள அந்த அவருடைய தாசர்களுக்கெல்லாம் அந்த வேலைக்காரர்களுக்கெல்லாம் ஒரு திட்டம் இருந்தது. ഹാമാൻ ഒരു അഭിപ്രായമുണ്ട്, ஆமானுக்கு ஒரு திட்டம் இருந்தது. പക്ഷേ ഇന്ന് രാവിലെ ആയപ്പോൾ ഇന്ന് കാലയിൽ ആനപോത് അവന്റെ ജീവിതത്തിൽ ഇന്നലകളിൽ ചർച്ച ചെയ്തതെല്ലാം ദൈവം മാറ്റി. അവരുടെ அந்த திட்டங்களை எல்லாம் இன்றைக்கு அவர்கள் கர்த்தர் மாற்றி போட்டார். അതേ നാവ് കൊണ്ട് തലേ രാത്രിയിൽ കുറ്റം പറഞ്ഞ അതേ നാവ് കൊണ്ട് മുന്തിന ഇരവിൽ അവൻ சொன்ன അതേ നാവിനാൽ തലേ രാത്രിയിൽ കഴുകരം ഒരുക്കിയ അതേ ശരീരം കൊണ്ട് മുന്തിന ഇരവിലെ തൂക്കുമരം ആയത്തം பண்ணின അതേ ശരീരത്തെ അതേ നാവ് കൊണ്ട് അതേ നാവിനാൽ ഇന്ന് രാവിലെ തെരുവ് മുഴുവൻ വിളിച്ചു പറയുകയാണ്. ഇന്നേക്ക് തെരുവ് മുഴുവൻ കൂപ്പിട്ട് ചൊല്ലുகிறான். രാജാവ് ബഹുമാനിക്കുന്ന പുരുഷൻ ഇങ്ങനെയായിരിക്കും. ദേവൻ കനം பண்ணுகிற മനുഷ്യൻ இப்படித்தான் இருப்பான். നിന്നെ കുറ്റം പറഞ്ഞ അതേ നാവ് കൊണ്ട്, அந்த உன்னை குறை சொன்ன അതേ നാவை കൊണ്ട് നിന്നെ നന്മയെ പുകഴ്ത്തി പാടാൻ ദൈവം സംഗതി വരുത്തും. உன்னுடைய നന്മയെ ഉയർത്തി കാട്ട കർത്തർ വിരുമ്പുகிறார். നിന്നെ താഴ്ത്തി കളഞ്ഞ അതേ നാവ് കൊണ്ട്, ഉന്നെ താഴ്ത്തിന അതേ നാവിനാലെ പലപ്പോഴും നിന്റെ തലമുറയെ പലരും താഴ്ത്തിയില്ലേ? ഉന്റെ തലമുറയെ പലരും താഴ്ത്തിനാர்களല്ല. അവൻ നല്ല വിദ്യാഭ്യാസം കിട്ടത്തില്ലെന്ന് പറഞ്ഞില്ലേ? ഉനക്ക് പഠിപ്പ് വരാതെന്ന് சொன்னார்களല്ല. അവനെ ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞില്ലേ? ഒന്നിനും ആകാതെന്ന് சொன்னார்களല്ല. അതേ നാവ് കൊണ്ട്, അതേ നാവിനാലെ, അതേ നാവ് കൊണ്ട്, അതേ നാവിനാലെ ഇവന്റെ കൂടെ ദൈവമുണ്ടെന്ന് അവൻ ദൈവം തെളിയിക്കും. ഇവനോട് ദൈവം ഇരിക്കാർ എന്നത് അവർ വെളിപ്പെടുത്തുവാർ. കരങ്ങൾ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. ചില പ്ലാനുകളൊക്കെ പൊളിയാൻ പോവാ, ചില തിട്ടങ്ങളെല്ലാം തകർക്കപ്പെടാൻ പോകുന്നത്. പിശാചി വെച്ച പ്ലാനുകൾ പൊളിയുകയാ. പിശാച് வைத்த ചില തിട്ടങ്ങൾ അழிയ പോകുന്നത്. പ്ലാനുകൾ പൊളിയുകയാ, ചില തിട്ടങ്ങൾ അഴിയ പോകുന്നത്. അദ്ദേഹം വളരെ വിഷമത്തോടെ തിരിച്ച് വീട്ടിൽ വന്നു. അവൻ വേദനയോട് തിരിപ്പി വീട്ടിൽ വന്നാൻ. തലേ രാത്രിയില് മുന്തിന ഇരവിലെ അവന്റെ ഭാര്യ പറഞ്ഞു, അവിടെ മനവി சொன்னாள், അവന്റെ ഭാര്യ പറഞ്ഞു 50 മുഴം കഴുകുമരം ഉണ്ടാക്കണം. 50 മുഴം ഉയരമുള്ള തൂക്കുമരം ഉണ്ടാക്ക വേണ്ടും എന്ന് சொன்னாள். അവളുടെ ചിന്തയിൽ അവൾക്ക് പല ഐഡിയ, അവൾക്ക് പല തീരുമാനമുള്ളവളാണ്. അവളുടെ ചിന്തയില് പല തിട്ടങ്ങൾ ഇരുന്നത്. അവളുടെ കയ്യിൽ പല തീരുമാനമുണ്ട്, പല തീരുമാനങ്ങളുണ്ട്. ഇപ്പോൾ വീട്ടിൽ ഹാമാൻ വീട്ടിൽ വന്നപ്പോൾ, ആമാൻ വീട്ടിൽ വന്നപ്പോൾ ഇന്നലെ കഴുകുമരം ഉണ്ടാക്കിയ അവൾ തന്നെ പറയുകയാണ്, മുന്തിന നാൾ തൂക്കുമരം ഉണ്ടു പണിന അവൻ താൻ ചൊല്ലുகிறான். അവൻ യഹൂദനെങ്കിൽ, അവൻ യൂതനാനാൽ നീ അവനെ ജയിക്കത്തില്ല. അവനെ നീ ജയിക്ക മുടിയാതെ. അവൻ പ്രാർത്ഥിക്കുന്നവനെങ്കിൽ, അവൻ ജപിக்கிறവനായിരുന്ന നീ അവനെ ജയിക്കത്തില്ല. നീ അവനെ ജയിക്ക മുടിയാതെ. നീ വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് രാത്രി ഹല്ലേലൂയ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രിയില് இந்த இரவிலே നീ പ്രാർത്ഥിക്കുന്നവനെങ്കിൽ, നീ ജപിக்கிறവനായിരുന്ന, വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. ഉന്നക്ക് വിരോധമായി വരുகிறவர் ഇല്ലാமல் പോവാർ. വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. വീണായി ഉന്നെ പകയ്க்கிறவர்கள் ഇല്ലാமல் പോവാർ. ഇന്ന് രാത്രി നീ ആയിരിക്കുന്ന എല്ലാ മേഖലയിലും നിന്റെ കൂടെ ദൈവം ഇറങ്ങാൻ പോവുകയാണ്. എല്ലാ പ്രശ്നങ്ങളും ദേവൻ ഉന്നോട് കൂടെ ഇരിക്കും. എല്ലാവരും പ്രാർത്ഥിച്ചാൽ, എല്ലാവരും ജപിക്കലാം. നീ പ്രാർത്ഥിക്കുന്നവനെങ്കിൽ നിന്നെ ഒന്നും ജയിക്കത്തില്ല. നീ ജപിக்கிறவனாയിരുന്നാൽ ഒന്നും ഉന്നെ മേற்கொள்வதில்லை. നീ പ്രാർത്ഥിക്കുന്നവനെങ്കിൽ നിന്നെ ഒന്നും ജയിക്കത്തില്ല. നീ ജപിக்கிறவனாയിരുന്നാൽ ഒന്നും ഉന്നെ മേற்கொள்வதில்லை. എല്ലാവരും മുഴങ്കാൽ നിന്നാണ് ഇന്ന് രാത്രിയിൽ കർത്താവ് ഇടപെടുകയാണ്.